പള്ളിയിൽ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ രൂപം ഉണ്ടായി, വലിയ ബഹളം ഉണ്ടായി. അപ്പോഴത്തേക്ക് ആളുകൾ ഇളകി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോകം മുഴുവനും ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ അവിടേക്ക് ഒഴുകി. സിറിൽ തിരുമേനി റോമിൽ വന്നപ്പം ഇത് കുറേ പടങ്ങളും കൊണ്ടാണ്. കർത്താവിൻ്റെ രൂപം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം കള്ളത്തരമുണ്ട്, കപടതയുണ്ട്, കച്ചവടമുണ്ട് എന്ന് ഞാൻ അന്ന് റോമി വെച്ച് പിതാവിനോട് പറഞ്ഞു. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അച്ഛൻ എന്തോ പറയുന്നേ എന്ന് ഒരുപക്ഷെ തോന്നും. സഭയായിട്ട് നമ്മൾ ഈ സത്യവിശ്വാസം കൊടുക്കുന്നതിൽ വലിയ പരാജയം സംഭവിച്ചു. ഈ രൂപത്തിലേക്ക് മനുഷ്യന് നമ്മൾ കണ്ണുകൾ ഉടക്കി അവിടെ അങ്ങ് നിൽക്കും. ഇത് ദൈവമാണ് നമ്മളങ്ങ് സങ്കല്പിച്ച് അവിടെ ആരാധിക്കാൻ, അവിടെ മുട്ടുമടക്കാൻ, അവിടെ നമ്മൾ തലകുമ്പിടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കലായി മാറും. മാതാവിന്റെ വിഗ്രഹങ്ങളിൽ തേൻ വരുന്നു, പാല് വരുന്നു, കണ്ണുനീര് വരുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്? പിതാക്കന്മാര് ഒരു വിഗ്രഹവും വെക്കരുതെന്ന് നിർബന്ധം പിടിച്ചു. അൾത്താരയിൽ വെക്കരുത്, അൾത്താരയ്ക്ക് ചുറ്റും വെക്കരുത്. ഏത് വിഗ്രഹമാണ് എന്നെ രക്ഷപ്പെടുത്തുക? പിശാചിന്റെ കെണിയ. നീ ഇത്ര ദിവസം ഉടമ്പടി എടുത്താൽ നിനക്ക് അത് സാധിക്കും, ഇത് സാധിക്കും. കർത്താവായ ദൈവം യേശു ക്രിസ്തുവിൽ മനുഷ്യവർഗവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. അതിന് പകരമായിട്ട് വേറൊരു ഉടമ്പടി ആർക്കും ചെയ്യാനില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്കുണ്ടാക്കാം, നമുക്ക് വിഗ്രഹം ഉണ്ടാക്കാം. കാരണം പറഞ്ഞ നമ്മൾ കണ്ടു, നമ്മൾ എന്തോ കണ്ടെന്നാ പറഞ്ഞു. ഈ രൂപത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞ ഡാനിയലച്ചന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ധ്യാന ഗുരുവാണ്. പള്ളികൾ മുഴുവനും അച്ഛന്മാരിളകും, ആളുകൾ ഇളകും, ചോദ്യം ചോദിക്കാൻ തുടങ്ങും. അച്ഛാ, ഈശോ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. കർത്താവെ, ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഉദ്യമം ദൈവമേ ആത്മാക്കളുടെ വിടുതലിനായി കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഈ ഉദ്യമത്തിലേക്ക് ദൈവമേ നിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നാവുകളിൽ സംസാരിക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുമ്പോൾ കർത്താവെ കേൾക്കുന്നവർക്ക് അത് ആത്മാവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, മനുഷ്യരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കമുണ്ട് ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അച്ഛനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണെങ്കിൽ. ഞാൻ 1984 ആലുവ സെമിനാരിയിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി ശുശ്രൂഷ മേഖലയിൽ. ഞാൻ ഓർമ്മ വെച്ചപ്പം മുതലേ എനിക്കൊരു കത്തോലിക്ക വൈദികനായി തീരണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓർമ്മ വെച്ചപ്പോൾ മുതലേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. സെമിനാരിലെ പഠനം പൂർത്തിയാക്കി. ഞാനൊരു വലിയ പഠിത്തക്കാരനൊന്നും അല്ലായിരുന്നു, ഒരു ജസ്റ്റ് ആവറേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിച്ച് ഇങ്ങനെ പോയി അച്ഛനായി. പക്ഷേ 1989 90-ാം ആണ്ടിലാണ് എനിക്ക് ഒരു വലിയ എൻ്റെ ജീവിതത്തെ, ഇന്ന് 42 വർഷമായ ആ ജീവിതത്തെ രണ്ടായിട്ട് ഭാഗിക്കാവുന്ന ഒരു വലിയ വ്യത്യാസത്തിൻ്റെ കാലഘട്ടം. പക്ഷേ സെമിനാരിയിൽ വെച്ച് തന്നെ എനിക്ക് ഈ നവീകരണ ശുശ്രൂഷയുമായിട്ട്, അല്ലെങ്കിൽ നവീകരണത്തിൻ്റെ ഒരു സ്പർശനം എനിക്കുണ്ടായത് ആലുവ സെമിനാരിയിൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അച്ഛന്, അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ എന്ന് പറയുന്ന അച്ഛന്, സെമിനാരിയിൽ താല്പര്യമുള്ള സെമിനാരിക്കാരെ വിളിച്ചുകൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, നവീകരണ ധ്യാനത്തെക്കുറിച്ച് പറയുക, അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ക്രമപ്പെടുത്തി. അപ്പോൾ അതുവഴി എനിക്കൊരു വലിയ വ്യത്യാസം അന്ന് മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് അച്ഛനായി കഴിഞ്ഞപ്പം അവിടെ ഇവിടെയൊക്കെ ധ്യാനിപ്പിക്കാനൊക്കെ, പ്രസംഗിക്കാനൊക്കെ പോകുന്നതിന് ശേഷം 90-ാം ആണ്ടിന് ശേഷം ഈ നേരം വരെയും പടിപടിയായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. നവീകരണ ധ്യാനം വെറുതെ ഇമോഷണലായിട്ടുള്ള ഒന്നല്ല. പിന്നീട് എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിലെ ഓരോ ചൂടുവെപ്പിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ നടത്തിപ്പും ഈ നേരം വരെ എനിക്ക് വളരെ കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ദൈവീക രഹസ്യങ്ങളുടെ മേഖലകളിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത്, എന്നെ ആ വഴിയിലേക്ക് നയിച്ചത് അഭിമന്യനായ സിറിൽ തിരുമേനി. അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയായിരുന്നു റോമിലും അതിനുശേഷം വ്ളാഡിമിർ സെമിനാരിയിലും അമേരിക്കയിലുള്ള ഇവിടെയെല്ലാം വൈദിക ശുശ്രൂഷയോടനുബന്ധിച്ച് ഉപരിപഠനം നടത്തി. തെയോസിസ് എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി. ലിറ്റർജിയിൽ ദൈവം തന്നെ ഒരു വെട്ടത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ അതുവഴി ദൈവിക രഹസ്യങ്ങളുടെ മേഖലകളിലേക്ക് വളരെ അഗാധമായിട്ട് കടന്നു പോകുന്നതിന് ദൈവം എനിക്ക് ഒത്തിരി സഹായിച്ചു. കത്തോലിക്ക സഭയിൽ കേരളത്തിൽ നിന്നപ്പം കേരള കത്തോലിക്ക സഭയുടെ കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അച്ഛൻ എന്തോ ഞാൻ ഒരു 8 വർഷക്കാലം മലങ്കര കത്തോലിക്ക സഭയിൽ, അപ്പോൾ അന്ന് ഈ ഡയസൊന്നും ഡിവൈഡ് ചെയ്തിരുന്നില്ല. ആ സമയത്ത് മാർത്താണ്ഡം,
പത്തനംതിട്ട, മാവേലിക്കര, തിരുവനന്തപുരം ഇത്രയും ഭാഗങ്ങളിലെ വിശ്വാസ പരിശീലനത്തിന് അന്ന് സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞിരുന്നതിൽ നിന്നും വിശ്വാസ പരിശീലനമാണ് ഓരോ ഘട്ടങ്ങളിലായിട്ട് പള്ളികളിൽ നടക്കേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം ആ കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റിൽ, ആ വിശ്വാസ പരിശീലനത്തിൻ്റെ മേഖലയിൽ അതും എനിക്ക് എന്തെന്നറിയാൻ പാടില്ലാത്തൊരു സമയത്താണ്. കാരണം ഞാൻ കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ചുമതല ശുശ്രൂഷ ഏറ്റെടുക്കാൻ വേണ്ടി തിരുമേനി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. കുറേ കാലങ്ങൾ പള്ളികളിൽ ഇങ്ങനെ ഓടി നടന്നു, ധ്യാന ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് രാത്രിയും പകലും ഓടി നടന്നതിനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ എനിക്ക് ഈ കാറ്റക്കിസത്തിൻ്റെ ഗൗരവമേറിയ പരിശീലന പരിപാടിയുമായിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ ഈ രാത്രികളിൽ സന്ധ്യാസമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ തിരുവനന്തപുരത്ത് അവിടെ ശംഖുമുഖത്തുള്ള കടപ്പുറത്ത് പോയി ഇങ്ങനെ ആകാശം നോക്കി കിടക്കും. അവിടെ നിന്ന് ഒരു പ്രചോദനമോ ഒരു വെട്ടവും കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് കാറ്റക്കിസത്തിൽ മലങ്കര കത്തോലിക്ക സഭയിൽ ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന് കാരണമാകാനൊക്കെ ഈ ചെറിയ ജീവിതം കൊണ്ട് കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ വന്നപ്പം അച്ഛൻ്റെ ഈ ഒരു ഇതിനകത്ത് പ്രത്യേകിച്ച് ഫോട്ടോസോ വിഗ്രഹങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. അതുപോലെ അച്ഛനിപ്പോൾ അവിടെ ശംഖുമുഖത്തായിരുന്നപ്പം ആകാശം നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ആണ് ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1-ാം പ്രമാണ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അച്ഛൻ്റെ ഒരു ബോധ്യം? കാരണം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ചർച്ച് എവിടെ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നത് വിഗ്രഹങ്ങളിലൂടെ അല്ലെങ്കിൽ ഫോട്ടോയിലൂടെ മാത്രമുള്ള ഒരു ഒരു ആരാധന രീതികളാണ് നമുക്ക് പൊതുവായിട്ടുള്ളത്. ഡസ്റ്റിൻ, ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന, പള്ളികളിലൊക്കെ ചെല്ലുന്ന ഉടനെ നമുക്ക് അൾത്താരയിലേക്ക്, ബലിപീഠത്തിങ്കിലേക്ക് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധന സമ്പ്രദായം ആണെന്ന് പറയുകയും ചുറ്റുപാടുകളിൽ ധാരാളം കോലാഹലം നമ്മളെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യത്തക്കവണ്ണം ആളുകൾ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ആ രൂപത്തിന് മുമ്പ് ഈ രൂപത്തിന് മുമ്പിൽ ഒക്കെ നിൽക്കുന്നത് കാണുന്ന ഉടനെ ആളുകളെ കുറ്റപ്പെടുത്തുക എന്നതിനേക്കാളൊക്കെ ഉപരി എൻ്റെ മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നത് സഭയായിട്ട് നമ്മൾ ഈ സത്യവിശ്വാസം കൊടുക്കുന്നതിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. 1-ാം പ്രമാണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ പ്രമാണങ്ങളുടെ മുഴുവനും ആരംഭം, ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ അവിടെയോ ഈ 1-ാം പ്രമാണത്തിലാണ് നിൽക്കുന്നത്. 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് അത്. അത്രമാത്രം ഗൗരവത്തോടുകൂടി ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഒരു കൽപ്പന എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കിയെല്ലാം നിൽക്കുന്നത്. എല്ലാ പാപങ്ങളും നിൽക്കുന്നത്, എല്ലാ തകർച്ചകളും, എല്ലാ യുദ്ധങ്ങളും നിൽക്കുന്നത്. ദൈവത്തിന് മുഖ്യസ്ഥാനം, ദൈവത്തെ ഞാൻ കണ്ടുകൊണ്ട് ജീവിക്കാതെ പോകുന്ന വഴികളിൽ പിഴവാണ്. ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കണം എന്ന ഒറ്റ കാര്യമാണ് ഈ 1-ാം പ്രമാണത്തിൽ പറയുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, വേറെ ദൈവങ്ങൾ ഉണ്ടായിട്ടല്ല ദൈവം അങ്ങനെ പറഞ്ഞു. എന്നെ നോക്കിക്കൊണ്ട് ഒരു ഏകാഗ്രതയോടുകൂടി എന്നെ നോക്കിക്കൊണ്ട് നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ആനന്ദവും സമാധാനവും സൗഖ്യവും വിടുതലുമൊക്കെ ഇവിടെ വെച്ച് തന്നെ ഉണ്ട്. എന്നെ നോക്കിക്കൊണ്ട് ജീവിക്കാത്തതാണ് ബാക്കി എല്ലാ പ്രമാണങ്ങളും അതിനെ ബേസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വെറുതെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഈ 1-ാം എന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുക, സിമ്പിളായിട്ട് പറയുമ്പോൾ എന്നെ നോക്കി നീ ജീവിക്കുക. അപ്പം ഈ ആധുനിക സയൻസ്, ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന 2 പുസ്തകങ്ങൾ ആധുനിക ക്വാണ്ടം ഫിസിക്സിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തെ അനുഭവിച്ച് അറിയുന്നത് എങ്ങനെയാണെന്നതിനെ വെളിച്ചത്തിലാണ് ഞാൻ ആ 2 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് ഡിവൈൻ ഫീൽഡ്. അപ്പം ഡിവൈൻ ഫീൽഡ് എന്ന് പറയുന്ന ഉടനെ ആ പുസ്തകത്തിൽ ഈ ലോകം മുഴുവനും ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവം പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ആ അനുഭവത്തിൽ ജീവിക്കാം. അപ്പം നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അവസരത്തിലുള്ള വലിയ പ്രശ്നം അത് ആധുനിക മനഃശാസ്ത്രവും ആധുനിക സയൻസും പറയുന്ന ആ സയൻസിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാൽ മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ, ഏകാഗ്രത അത് മാറ്റിക്കളയുന്ന എല്ലാം ആ ഏകാഗ്രതയിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. അവന് മനുഷ്യനെ ഈ ഒരു ദൈവത്തിൽ നിന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്തവനാക്കി തീർത്താൽ പിന്നെ അവൻ ഈ ലോകത്തെ ഭരിക്കാം.
പിശാചിൻ്റെ തന്ത്രം. വേറൊന്നും ചെയ്യണ്ട, ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്തവനാക്കുക. അതിന് ദൈവത്തിൻ്റെ രൂപത്തിൽ, നന്മയുടെ രൂപത്തിൽ തന്നെ അവന് നമ്മൾ നോക്കുന്നുണ്ട്. എന്താ, നമ്മൾ മാതാവിനെ വിശ്വസിക്കും, മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തെ ബഹുമാനിക്കുന്നു, പക്ഷേ വിശുദ്ധരെ ബഹുമാനിക്കുന്നു, വിശുദ്ധരുടെ കൂട്ടായ്മയെ വിശ്വസിക്കുന്നു. ഇതിനെയെല്ലാം പിശാച് അവൻ്റെ തന്ത്രത്തിൻ്റെ, ദൈവത്തിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഇത്രയേ ഉള്ളൂ, കാരണമായവനെ കാര്യമാക്കുക, അതായത് സബ്ജക്റ്റിനെ ഓബ്ജക്റ്റ് ആക്കുക. അപ്പം ദൈവത്തെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇത് ദൈവമാണ്, ഈ രൂപത്തിലേക്ക് മനുഷ്യന് നമ്മൾ കണ്ണുകൾ ഉടക്കി അവിടെ അങ്ങ് നിൽക്കും, ഇത് ദൈവമാണ് നമ്മളങ്ങ് സങ്കല്പിച്ച് അവിടെ ആരാധിക്കാൻ, അവിടെ മുട്ടുമടക്കാൻ, അവിടെ നമ്മൾ തലകുമ്പിടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കലായി മാറും. പക്ഷെ പൊതുവേ പറയുന്നത് ഇപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഒബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ നിന്നും വീണ്ടും സബ്ജക്റ്റിലേക്ക് എത്തുമെന്നാണ് പൊതുവേ ഞാൻ മിക്ക ധ്യാന പ്രസംഗങ്ങളൊക്കെ. അതായത് വിഗ്രഹം വയ്ക്കാം, അപ്പോൾ വിഗ്രഹത്തിലൂടെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ അവിടെ നിന്ന് ക്രിസ്തുവിലേക്ക് എത്തും. ഇപ്പം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മാതാവിലൂടെ ക്രിസ്തുവിലേക്ക്, വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു, വിഗ്രഹത്തിലൂടെ ക്രിസ്തുവിലേക്ക്. ഇങ്ങനൊരു കോൺസെപ്റ്റാണ് പൊതുവേ പറയപ്പെടുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ സാത്താൻ എപ്പോഴും അങ്ങനെയാണല്ലോ, യഥാർത്ഥ സത്യത്തെ മറച്ചു വയ്ക്കും. ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന വിഗ്രഹത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് എത്തുമോ? ആരും എത്തത്തില്ല, ഒരിക്കലും എത്തില്ല. കാരണം അവനറിയാം, പിശാചിനറിയാം, ഈ നന്മ രൂപത്തെ വല്ലാതെ വ്യഗ്രതകളും ഭാരങ്ങളും ദുഃഖങ്ങളും വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് ആശ്വാസത്തിനു വേണ്ടി ഓടി നടക്കാം. അങ്ങനെ നോക്കുന്നുടനെ അവന് ക്രിസ്തുവിൻ്റെ കണ്ണുകൾ, നമ്മുടെ കണ്ണുകൾക്ക് ഒത്തിരി പരിധിയുണ്ട്. നമുക്ക് ദൈവത്തെ കാണാനേ കഴിയില്ല. ദൈവത്തെ ആയിരിക്കുന്നത് പോലെ കാണാൻ കഴിയാത്തവനെയും നമ്മുടെ പിതാക്കന്മാർ വല്ലാതെ ഇതിൻ്റെ പേര് കലഹിച്ചിട്ടുണ്ട്. കാരണം ഈ രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യന് അവിടെ നിൽക്കും. ഈ രൂപമാണ് ഇവിടെ ഈ പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഈ രൂപത്തിൽ നിന്നുമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത്, ഞാൻ സൗഖ്യപ്പെട്ടത്, ഞാൻ വിടുതൽ പ്രാപിച്ചതെന്ന് ഓർത്തു പോകാനുള്ള ഒരു വലിയ തന്ത്രം പിശാച്, ഒരു കെണി പിശാച് മനുഷ്യന് മുമ്പിൽ ഒരുക്കുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ദൈവം വാഗ്ദാന പേടകത്തിനേക്കൊക്കെ മുമ്പ് ദൈവം പറയുന്നത്, എനിക്ക് വേണ്ടി നീ ഒരു ബലിപീഠം പണിയുമ്പോൾ അത് കല്ല് ഒരു ഉളി കൊണ്ട് കൊത്തിപ്പോലും നീ പണിയരുത്. അതായത് അതിന് ആ ഒരു ഷേപ്പ് പോലും വന്നു കഴിഞ്ഞാൽ നാളെ നീ ബലിയർപ്പിക്കുന്ന ബലിപീഠം നിനക്ക് ദൈവമായി മാറുമെന്നൊരു ചിന്തയാണ് അവിടെ ദൈവം ഇസ്രായേലിന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഗ്രഹം മാത്രമല്ല, സ്ഥലം വിഗ്രഹമാകാം. ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടും. ഈ സ്ഥലത്തിന് നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. ഈ സ്ഥലം മാറിപ്പോകാവുന്ന, ഒരു വെള്ളപ്പൊക്കം വന്നാൽ അത് ഒഴുകി പോകാവുന്ന, ഇനിയും ഒരു പള്ളി വിഗ്രഹമാകാം, ഒരു വ്യക്തികൾ വിഗ്രഹമാകാം. ഒരു വ്യക്തിയിൽ ഇപ്പോൾ ഞാനൊരു വലിയ അത്ഭുത പ്രവർത്തകനാണ് എന്ന് ലോകത്തിന് മുമ്പ് അവതരിപ്പിച്ച് എന്നിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടാൽ ഞാനൊരു വിഗ്രഹമായിത്തീരുന്നു. ആളുകൾ ബലഹീനരാണ്, അവർക്ക് അവരുടെ കണ്ണുകൾക്കും അവർക്ക് കാതുകൾക്കും അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അറിയാൻ, പുറം ലോകത്തെ അറിയാനുള്ള പരിധികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് ഇവിടെ ഉടക്കി പോകും, ഇവിടെ നിൽക്കും, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അതുകൊണ്ട് പിതാക്കന്മാർ ഈ യേശു കർത്താവിൻ്റെ രൂപമാണേലും മാതാവിൻ്റെ രൂപമാണേലും വിശുദ്ധരുടെ രൂപം ഒക്കെ ആണേലും അവ്യക്തമായിട്ട് ചിത്രീകരിച്ച് ഐക്കൺ വരുന്ന കാലഘട്ടം ശരിക്കും ഐക്കൺ വരുന്നത് ഈ കലകത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ രൂപം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് മനുഷ്യന് ദൈവത്തെ പോലെ തോന്നത്തക്കവണ്ണം, യേശു ക്രിസ്തുവിനെ പോലെ കാണത്തക്കവണ്ണം രൂപം ഉണ്ടാക്കി. നമ്മൾ ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങൾ ഏതെങ്കിലും കർത്താവിൻ്റെ അന്ന് ശരീരമെടുത്ത രൂപമാണോ? യഥാർത്ഥത്തിൽ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ്റെ രൂപമുണ്ടോ? ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവത്തിന് രൂപമേ ഇല്ല. പിന്നെ എന്തിനാണ് രൂപം എടുത്തത്? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് ബലിയായിത്തീരാൻ. മനുഷ്യന് എല്ലാ മനുഷ്യനും പാപം ചെയ്തു. അവൻ പാപബന്ധിതനായതുകൊണ്ട് പാപമില്ലാത്തൊരു ശരീരം വിലയായി കൊടുത്തു മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടി. അവിടുന്ന് എടുത്ത ശരീരം നമ്മുടെ ശരീരമാണ്, മനുഷ്യവർഗത്തിന്റെ ശരീരം. തന്റെ സഹോദരരോട് ഒന്നിക്കേണ്ടത് അവൻ പൂർണ്ണമായി നമ്മെ തന്നെ, നമ്മളെ പോലെ തന്നെ. അതെ. അപ്പൊ ആ ദൈവം എടുത്തു എന്ന് പറയുന്ന അത് എന്നേക്കുള്ള രൂപമല്ല, ദൈവത്തിന്റെ രൂപമേ അല്ല. കർത്താവ് മാതാവിൽ നിന്ന് എടുത്ത ശരീരം രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ്റെ എന്നേക്കുമുള്ള ശരീരമേ അല്ല. ആ ശരീരത്തിന് ബലിയായി തീരാനുള്ള ഒരു നിയോഗം, മിഷനാണ്.
രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ്റെ മിഷൻ ശരീരം എടുത്തുകൊണ്ട് അവിടുന്ന് നിർവഹിച്ചു. ആ ശരീരം പിന്നെ ഉയർപ്പിന് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം അവിടുത്തെ സാന്നിധ്യമെന്ന് പറയുന്നത് പ്രത്യേകമായൊരു സാന്നിധ്യമാണ്. ശരീരത്തോടു കൂടിയ ആ ശരീരത്തിൻ്റെ സാന്നിധ്യമല്ല. കർത്താവ് മുറി അടച്ചിട്ടിരുന്നു, അകത്ത് കയറി പ്രവേശിക്കുന്നു. അപ്പം ഈ എനർജി ലെവലിലാണ്, ഊർജ്ജ ലെവലിലാണ്, ചൈതന്യമാണ് ദൈവം. ഈ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുക, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. ഈ ദൈവത്തെ എൻ്റെ ഉള്ളിൽ അറിയുക. എൻ്റെ ഉള്ളിൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ മാനിക്കും എന്ന് മാത്രമല്ല, ഞാൻ എല്ലാവരെയും മാനിക്കും, എൻ്റെ സഹോദരൻ എല്ലാവരെയും, മറ്റുള്ളവരെയും ഒരുപോലെ അതായത് ക്രിസ്തുവിൻ്റെ ദർശനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത് ഈ ഒരു തരത്തിലേ എത്തത്തുള്ളൂ. അതെ, എല്ലാവരിലും ക്രിസ്തുവിനെ കാണും, എല്ലാവരിലും ക്രിസ്തുവിനെ കാണണം. അതാണ് ദൈവം തമ്പുരാൻ്റെ നിയോഗം. അതാ എല്ലാവരിലും ദൈവത്തെ കണ്ടെത്തി മാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ പ്രശ്നങ്ങളില്ല. എൻ്റെ വിശപ്പ് മറ്റുള്ളവരുടെ വിശപ്പ് എൻ്റെ വിശപ്പായിട്ട് മാറുകയും മറ്റുള്ളവരുടെ ആവശ്യവും ദുഃഖവും സന്തോഷവും എൻ്റേതായി മാറുകയും, അപ്പോൾ അതാണ് കുർബാന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്പം കുർബാനയിൽ വിഗ്രഹമില്ല. പിതാക്കന്മാർ ഒരു വിഗ്രഹവും വെക്കരുതെന്ന് നിർബന്ധം പിടിച്ചു. അൾത്താരയിൽ വെക്കരുത്, അൾത്താരയ്ക്ക് ചുറ്റും വെക്കരുത്. അവർ നിർബന്ധം ഇനിയും നമുക്കൊന്ന് നോക്കി ഇച്ചിരി കോൺസെൻട്രേഷന് വേണ്ടി ഐക്കൺ, അവ്യക്തമായ ഒരു രൂപം, അത് മനുഷ്യരൂപത്തിൻ്റെ ചിത്രീകരണമല്ല. അല്ല, ആദ്യകാലത്ത് ഇപ്പോൾ നമ്മൾ ഐക്കണുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ആട്ടിടയൻ്റെ ചിത്രം ഇതാണ്. നമുക്കിപ്പം 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മനുഷ്യൻ ഒരു ആടിനെ ചുമന്നുകൊണ്ട് പോകുന്ന യഥാർത്ഥ ആട്ടിടയനായ ക്രിസ്തുവിനെ നമുക്ക് കാണുന്ന, അല്ലെങ്കിൽ ആ ക്രിസ്തുവിലേക്ക് നമ്മൾ എന്താണ് ക്രിസ്തു. ഇപ്പോൾ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മളിപ്പം കൈവിരിച്ചു പിടിക്കുന്ന വലിയ വിഗ്രഹങ്ങൾ, എത്രയോ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു, അതാണ് ഏറ്റവും മോർ പവർഫുൾ, അല്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയത് എന്ന ചിന്തയിലേക്ക് കാലം വന്നു. അതുമാത്രമല്ല, വിഗ്രഹങ്ങളിൽ അത്ഭുതം നടക്കുന്നൊരു കാലഘട്ടം. ഇതിലേക്കാണ് ഇപ്പം നമ്മുടെ ചുറ്റുപാട് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം മാതാവിൻ്റെ വിഗ്രഹങ്ങളിൽ തേൻ വരുന്നു, പാല് വരുന്നു, അല്ലെങ്കിൽ കണ്ണുനീര് വരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണ്, ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെ വിഗ്രഹത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെയെല്ലാം ഒരു മാനിപ്പുലേഷനുണ്ട്. അവിടെ വളരെ കൃത്രിമമായ എല്ലാത്തരം കപടതയും കൗശലവുമുണ്ട്, കച്ചവടമുണ്ട്. ഈ കച്ചവടത്തിൻ്റെ ഈ ഇത് അറിയാവുന്ന പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെ കളിപ്പിക്കാം ദൈവത്തിൻ്റെ പേരിൽ എന്നറിയാവുന്ന ചുരുക്കം പേരുടെ ആസൂത്രിതമായ ഒരു ശ്രമമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ചിരട്ടക്കോണത്ത് പള്ളിയിൽ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ രൂപം ഉണ്ടായി, രൂപം കാണപ്പെട്ടു എന്നും പറഞ്ഞൊരു വലിയ ബഹളം ഉണ്ടായി. അപ്പോഴത്തേക്ക് ആളുകൾ ഇളകി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോകം മുഴുവനും ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ അവിടേക്ക് ഒഴുകി. അവിടെ സന്യാസ സമൂഹങ്ങൾ മഠങ്ങൾ പണിയുന്നു, ആളുകൾ കൂടുന്നു, ബഹളമായി. ഇപ്പം ഞാൻ അന്ന് ആ സമയത്ത് ഇവിടെ ഇല്ല. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറിൽ തിരുമേനി റോമിൽ വന്നപ്പം ഇത് കുറേ പടങ്ങളും കൊണ്ടാണ്. ഞാൻ അന്ന് അച്ഛന്മാരവിടെ റോമിലുണ്ടായിരുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ കൂടിയ പിതാക്കന്മാരുടെ ബാക്ക്ഗ്രൗണ്ട്, ഞാനത് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നൊരു സമയമായതുകൊണ്ട്, ഞാനത് പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് അങ്ങേറ്റത്തെ കള്ളമാണ്, കപടമാണ്, ഇത് പറയുന്നത് കള്ളമാണെന്ന് പിന്നീട് ഇപ്പം എല്ലാവർക്കും ബോധ്യമായി. അത് വലിയൊരു കള്ളത്തിൻ്റെ വലിയൊരു കഥയായിരുന്നു, ഒരു കച്ചവടത്തിൻ്റെ ഒരു ഇതായിരുന്നു എന്ന് പിന്നെ മനസ്സിലായതെല്ലാം എടുത്തു മാറ്റി ഇപ്പം പോയി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വിളക്കന്നൂര് അതേ സെയിം സംഭവം തന്നെ ഇത് ഇവിടെ ഞാൻ അന്ന് പിതാവ് വന്നപ്പോൾ ഞാൻ പിതാവിനോട് അടുത്ത് എഴുന്നേറ്റ് നിന്ന് പിതാക്കന്മാരുടെ കോട്ടിങ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനാണ്? ഇത് മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. അതിൻ്റെ പർപ്പസ് ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെന്നല്ല, കർത്താവിൻ്റെ ശരീരമാകുന്ന മഹാസാന്നിധ്യവും മനുഷ്യൻ കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടുന്ന വിഷയം വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മൾ ഇത് തിരുവചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇത് മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാനല്ല, നോക്കിയിരിക്കാനുള്ളതല്ല.
ഇത് അത്ഭുതം ഇനി ഇത് അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറത്ത് നിന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്തൊരു ചിത്രം തെളിയുന്നു വേണ്ട. അതുകൊണ്ടല്ലോ നമ്മൾ അതിൽ വിശ്വസിക്കുക. അതല്ല അപ്പം അല്ലെങ്കിൽ കർത്താവിന് ഇത് ഒന്നുകൂടി അഭയം ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് അതിൽ തന്നെ പൂർണ്ണമാണ്. കർത്താവ് അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് പത്രോസിൻ്റെ അടുക്ക വന്ന് നിനക്ക് എന്നോടുകൂടി പങ്ക്, പുത്രത്വത്തിലുള്ള പങ്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ നിൻ്റെ കാല് കഴുകണം എന്ന് പറയും, പരസ്പരം പാദം കഴുകുക, ക്ഷമിക്കുക, കുമ്പസാരം എന്ന കൂദാശ അവിടെ സ്ഥാപിച്ച കർത്താവ്. അതായത് എല്ലാവരുടെയും പാദങ്ങൾ കഴുകി തുടച്ചുകൊണ്ടാണ് ആ തിരുശരീര രക്തങ്ങളിലുള്ള പുത്രത്വത്തിലുള്ള പങ്കാളിത്തം കൊടുക്കുന്നത്. അത് പൂർണ്ണമാണ്. കർത്താവ് ചെയ്തത് ഒന്നും ബാക്കി വെച്ച് ഇനി വരുന്നവർ കുറച്ചുകൂടി ചെയ്തോട്ടെന്നും പറഞ്ഞു പോയിട്ടില്ല. അത് പൂർണ്ണതയിൽ അവിടെ തീർന്നു കഴിഞ്ഞു. ഇനിയും വിശ്വസിക്കേണ്ടവരെല്ലാം വിശ്വസിച്ചു. ഈ കാലഘട്ടങ്ങളിലെല്ലാം അങ്ങനെയല്ലേ നമ്മൾ പോയെ. കർത്താവിൻ്റെ രൂപം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം കള്ളത്തരമുണ്ട്, കപടതയുണ്ട്, കച്ചവടമുണ്ട് എന്ന് ഞാൻ അന്ന് റോമി വെച്ച് പിതാവിനോട് പറഞ്ഞു. അതിന് ശേഷം രണ്ടാമത് അവരുടെ എതിർപ്പുകൾ ഉണ്ടായില്ല. അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ പറയുമ്പം എതിർപ്പുകൾ, ആളുകൾക്ക് വിശ്വാസമില്ല. ആളുകൾക്ക് പറയുന്ന അച്ഛനെന്തോ പറയുന്നേ എന്ന് ഒരുപക്ഷെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് കൃത്യമായിട്ട് എവിടെയെല്ലാം ഇത് നടത്താൻ, ഇങ്ങനെ ആളുകളെ ആകർഷിച്ച് ഒരു കെണിയിൽപ്പെടുത്താനാണ്. ഇത് മനുഷ്യൻ ചെയ്യുന്നു എന്നുള്ളതല്ല, ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതിൻ്റെ പുറകിൽ പിശാച. കാരണം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നും അത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാന കേന്ദ്രമാണെന്നും ഉള്ളതിന് യാതൊരു സംശയവും ആദിമസഭയിലോ സമൂഹത്തിലോ പിതാക്കന്മാർക്ക് ആർക്കില്ലായിരുന്നു. പിന്നെ വിശ്വാസം പതുക്കെ കുറഞ്ഞപ്പം ആളുകൾ 10-ാം നൂറ്റാണ്ടിലാണ് തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന ഉണ്ടാകുന്നത് തന്നെ. അതുവരെ ഇല്ലായിരുന്നു, സഭയിലില്ലായിരുന്നു. തിരുവോസ്തി എഴുന്നള്ളിച്ച് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. കുർബാന എന്ന് പറഞ്ഞാൽ അത് തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനയായിട്ട് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാം. ഇന്ന് മനുഷ്യരായിരിക്കും ആരാധന എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ഒരു ആരാധനയാണെന്ന് ആളുകൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇതും പിശാചിൻ്റെ ഒരു കെണിയാണ്. കാരണം വചന ശുശ്രൂഷ ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വചനത്തിൻ്റെ സ്വീകരണത്തിൻ്റെ ഘട്ടമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ, അതായത് യേശു വചനം ജനത്തിന് കൊടുത്ത് ആ വചനം മുഴുവൻ കേട്ട് അവർ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് അവരെ തിരിച്ചു വിടരുത്, അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം കൊടുക്കുകയാണ്. അതാണ് 5,000 പേർക്കും 7 അപ്പം വർദ്ധിപ്പിച്ചും അത്രയും പേർക്ക് കൊടുക്കുന്നത്. കാരണം അവരെ വെറും കൈയോടെ വിടാൻ യേശുവിന് താല്പര്യമില്ല. അപ്പോൾ അത്രയും വലിയ അത്ഭുതം കർത്താവോടെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ വചനം നുറുക്കാത്തവന് ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല. ഞാൻ പലപ്പോഴും പലരോടും പറയുന്നൊരു കാര്യമാണ്. കാരണം വചനം നുറുക്കാതെ, വചനത്തെ നീ അറിയാതെ ക്രിസ്തുവിനെ നീ അറിയുന്നില്ല. അതിൽ ക്രിസ്തുവായിട്ട് നിനക്ക് പങ്കാളിത്തമില്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞ പോലെ നിനക്ക് എന്നോട് ഒപ്പം പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ നീ എന്നെ അറിയണം. പക്ഷേ ഇതറിയാതെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വിശുദ്ധ കുർബാനയുടെ പിന്നാലെ നടന്നത്. അതൊരു ചടങ്ങായിട്ട് മാറി, അല്ലെങ്കിൽ അത് ആരാധനയ്ക്കുള്ളൊരു വിഷയമായി മാറി. ശരിക്കും ഇത് വലിയൊരു അപകടമാണ്. കാരണം മെത്തനോയിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വെറും ഒരു മാനസാന്തരം എന്ന് മാത്രമല്ല, ഇത് സമ്പൂർണമായ ഒരു മാറ്റമാണ്. എന്നിൽ സംഭവിക്കുന്ന മാറ്റം മൊത്തം തിരിഞ്ഞ് മറ്റൊന്നിലേക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച്, എൻ്റെ മനോഭാവം നോക്കുന്ന രീതി മുഴുവനും മാറുക. വചനം ഇടപെടുന്നതുകൊണ്ടാണ്. ദൈവം വചനമായിട്ട് ക്രിസ്തുവിൻ്റെ ഘട്ടം വരെയും മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അതിനെയാണ് ഫാദേഴ്സ് സീറ എന്ന് പിതാക്കന്മാർ പറയുന്നത്. പിതാവിൻ്റെ ഘട്ടം, പിതാവിൻ്റെ ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത് പുത്രൻ്റെ ഘട്ടം, മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ ഘട്ടം. ഈ ത്രിയേക ദൈവത്തിൻ്റെ ഇടപെടലിനെയാണ് സത്യാരാധന എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ജോൺസണിച്ചൻ കണ്ടുപിടിച്ചതല്ല. ഇത് പിതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞു. ഞാനിത് അന്വേഷിച്ചാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ, സത്യാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഈ അപ്പം മുറിക്കൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതേസമയം ഈ നമ്മുടെ വചന ശുശ്രൂഷയുടെ ഘട്ടം
കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടമാണ് പാപമോചനമുണ്ട്. പാപമോചനത്തിൻ്റെ ഒരു അബ്സല്യൂഷനുണ്ട്, പാപപരിഹാര പ്രാർത്ഥനയുണ്ട്. വൈദികൻ എല്ലാ ജനത്തിനോടും ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും പ്രാപിക്കട്ടെ എന്ന് അന്ത്യോക്യ ലിറ്റർജിയിൽ അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ജനങ്ങളുടെ നേരെ ആശീർവദിച്ചുകൊണ്ട് പാപമോചനത്തിന് ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. ലാറ്റിൻ ലിറ്റർജിയിൽ പാപമോചന ശുശ്രൂഷയോടുകൂടിയാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ മൂന്ന് ത്രിയേക ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് സത്യാരാധന. ഈ സത്യാരാധനയിൽ നിന്ന് മനുഷ്യനെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാറ്റിക്കളയും പിശാച്. അപ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ ഈ മൂന്ന് ഘട്ടങ്ങൾ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പിതാവിൻ്റെ ഇടപെടൽ, പുത്രൻ്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. അതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം അബ്സ്ട്രാക്റ്റായിട്ടുള്ള ദൈവത്തെ നമുക്ക് കാണാനോ കേൾക്കാം. ദൈവം അരൂപിയാണ്, ചൈതന്യമാണ്. ആ ദൈവം വചനത്തിലൂടെ പിതാവ് ഇടപെട്ടു. രണ്ടാമത് പുത്രനിലൂടെ ഇടപെട്ടു, മനുഷ്യചരിത്രത്തോട്. പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇത് സഭയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇതാണ് സഭ. മനുഷ്യൻ ജീവിക്കുന്ന ആരാധന സഭയിൽ. അപ്പം വചനമായി, ശരീരരക്തങ്ങളായി, പരിശുദ്ധാത്മാവായി, ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്ന ത്രിയേക ദൈവത്തിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കളയുന്നതാണ് വിഗ്രഹങ്ങൾ. ഈ വിഗ്രഹത്തിലേക്ക് ആകർഷിക്കുക. അവിടെ ഒരു സ്ഥലത്ത് അവിടെ പോയാലും നിനക്കിത് കിട്ടും, നീ എൻ്റെ മുമ്പിൽ കുമ്പിട്ടാൽ നിനക്കിതെല്ലാം തരാം. കർത്താവിനോട് മരുഭൂമി വെച്ച് പിശാച് പറഞ്ഞ അതേ തന്ത്രമാണ് പിശാച് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിനക്ക് രോഗസൗഖ്യം കിട്ടും, ഇന്നാരുടെ അടുത്ത് പോ, ഇന്ന സ്ഥലത്ത് പോ. ഈ സ്ഥലം ഒരു വിഗ്രഹമാവുന്നു, ഈ ആളുകൾ വിഗ്രഹമാവുന്നു, പള്ളികൾ വിഗ്രഹമാകുന്നു, രൂപങ്ങൾ വിഗ്രഹമാകുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പിശാചിൻ്റെ ഈ കണി. അതേസമയം മനുഷ്യൻ വചനത്തിൽ നിന്ന് മാറുന്നു, വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഈ സമ്പൂർണ്ണ സത്യാരാധനയിൽ നിന്ന് മാറുന്നു. നമ്മൾ കാണുന്നു ഇപ്പം ഓരോരുത്തർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള ആരാധനകളാണ്. സഭയ്ക്ക് ദൈവം കൊടുത്ത ഈ ക്രമം എന്ന് പറയുന്നത് സ്വർഗം മനുഷ്യന് കനിഞ്ഞു കൊടുത്ത ക്രമമാണ്. ഇത് പിതാവിൻ്റെ ഇടപെടലും പുത്രൻ്റെ ഇടപെടലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുമാകുന്ന സത്യ ആരാധന. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അപ്പം മുറിച്ച് ഭക്ഷണമായി സ്വീകരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. വചനം സ്വീകരിച്ചു, മാനസാന്തരം ഉണ്ടായി, പാപമോചനം പ്രാപിച്ചു, ശരീരരക്തങ്ങൾ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇതാണ് ആരാധന. അപ്പം മനുഷ്യനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒറിജിൻ എന്ന് പറയുന്നൊരു സഭാപിതാവ് മനുഷ്യനെ ഒരു ട്രൈക്കോട്ടമിക് ബീയിങ്, ത്രിതല ജീവിയായിട്ട് കണ്ടു. മനുഷ്യന് ശരീരവും മനസ്സ് ആത്മാവ്. ശരീരവും മനസ്സും ആത്മാവും ഉള്ള മനുഷ്യൻ്റെ ശരീരത്തോടും മനസ്സിനോടും മനസ്സിനോട് ശരീരത്തോടും ആത്മാവിനോടും മനുഷ്യൻ തന്നെ ഒരു ദൈവം, ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തന്നെ ത്രിതലങ്ങളിലൂടെയാണ്. അപ്പം ഒരു ത്രിതലം, 3 തലങ്ങളുള്ള ഒരു ജീവിയായിട്ട്. അപ്പം ഇന്ന് ആധുനിക ശാസ്ത്രം മുഴുവനും എല്ലാ മതങ്ങളും ഈ മനുഷ്യനെ ശരീരം, മനസ്സ്, ആത്മാവെന്ന് ത്രിതല ജീവിയായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ശരീരവും മനസ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ ആത്മാവായിരിക്കണം എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇൻക്ലിനേഷൻ, പ്രവണതകളെ നിയന്ത്രിക്കേണ്ടത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവണതകളെ ആത്മാവ് നിയന്ത്രിക്കണമെങ്കിൽ ഈ ആത്മാവ് എനിക്ക് ദൈവം തന്നിട്ടുള്ള ദൈവാംശത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. അപ്പോൾ പരിശുദ്ധാത്മാവായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ അപ്പോൾ വിഗ്രഹത്തിലൂടെ ഒരിക്കലും ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള കണക്ഷൻ വരുന്നില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഗ്രഹമോ എന്തെങ്കിലും ഒരു ഫോട്ടോയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അവിടെ നിൽക്കും. ത്രിയേക ദൈവത്തോട് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു വിശ്വാസം സത്യം പറഞ്ഞപ്പോൾ പുതിയ തലമുറയോട് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയത്ത് പോലുമില്ല. കാരണം പിതാവിനെ അവർക്ക് അറിയില്ല, പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല. ആകെ അറിയാവുന്നത് ഇപ്പം താടിമുടിയൊക്കെ ഉള്ള ഒരു നീണ്ട ദീക്ഷക്കാരനായ ഒരു വ്യക്തിയെ ഇപ്പോൾ പിതാവിൻ്റെ ചിത്രം വരച്ചു വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. പുത്രൻ തമ്പുരാനെ വരച്ചു വയ്ക്കുന്നു, ഒരു പ്രാവിനെ വരച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ട്രിനിറ്റി എന്നുള്ളതാണ് പുതുതലമുറയുടെ ഒരു ചിന്ത. അപ്പോൾ അച്ഛനെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു മറ്റൊരു വെർഷൻ, അതായത് ദൈവം എങ്ങനെ മനുഷ്യനോട് ഇടപെടുന്നു, ദൈവം മനുഷ്യനുമായിട്ടുള്ള ആരാധനയിൽ ഈ ട്രിനിറ്റേറിയൻ വിശ്വാസം, ഫെയ്ത്ത്, ഇതാണ് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളെ തകർത്ത്, ഇതെന്തുകൊണ്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസികളുടെ അടുത്തോട്ട് ഇത് എത്തിക്കുന്നില്ല? ഡെസ്റ്റിനി, ഇതിൻ്റെ വിഷയം
പിശാച് നമ്മൾ ആദ്യമേ ഓർത്തതുപോലെ നന്മയുടെ രൂപത്തിൽ മാത്രമേ മനുഷ്യനെ സമീപിക്കുകയുള്ളൂ. നന്മയായി ഇപ്പം നമുക്കിതറിയില്ല. സത്യത്തിൽ ഞാനിത് പഠിപ്പിക്കാൻ 6-7 വർഷം എടുത്ത് ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് എന്തോ ഒരു ആവേശമായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ, അതിൽ ഗൗരവത്തോടു കൂടി ഒന്നുണ്ടെങ്കിൽ മാത്രം അറിയാതെ തന്നെ നമ്മളങ്ങ് മാറി. എളുപ്പം ഇതാ, ഒരു രൂപ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു നവേന പ്രാർത്ഥന നടത്തി കഴിയുന്ന ഉടനെ കുറേ ആൾ കൂടും. നിന്നെ 9 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 1000 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകും. 1000 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് ഈ വെസ്റ്റേൺ തിയോളജിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുക, 9 വട്ടം നീ ആ പ്രവൃത്തി ചെയ്യുക, അപ്പം നിനക്കൊരു കാര്യം സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ 9 വട്ടം പ്രാർത്ഥിച്ചുകൊണ്ട് അവനിൽ ഒരു മാറ്റം സംഭവിക്കണമെന്നില്ല. ഒരു പ്രവൃത്തി ചെയ്തു, ഒരു ക്രിയ ചെയ്തു, ആ വ്യക്തിക്ക് മാനസാന്തരം വരുന്നില്ല ദൈവത്തിലേക്ക്. അപ്പം പിശാച് ഇവന് ഒരു അടയാളം കൊടുക്കും. അടയാളം കൊടുക്കാൻ പിശാചിന് എളുപ്പമാണ്. പിശാച് ഇങ്ങനെ അടയാളം കൊടുക്കുന്നവനാ. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ളവനും യഥാർത്ഥത്തിൽ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നതും അവനാ, ഈ ലോകത്തിൻ്റെ അധികാരി. അപ്പം ഇവന് മനുഷ്യന് അടയാളങ്ങളെ കൊടുത്ത് അവനിൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നിന്ന് ഈ അടിമത്വത്തിലേക്ക് പൊക്കൊണ്ടിരുന്ന മനുഷ്യനാണ് വിടുതൽ വില കൊടുത്ത്, ജീവൻ്റെ വിടുതൽ വില കൊടുത്ത്, കർത്താവ് രക്തം വിലയായി കൊടുത്തു വാങ്ങി എന്നെ എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ത്രിയേക ദൈവത്തിലുള്ള എൻറ്റാങ്കിൾമെൻറ്റ്, ദൈവവുമായിട്ടുള്ള നിരപ്പിലാണ് മനുഷ്യനെ കൊണ്ടുവരുന്നത്. രക്ഷയെന്ന് പറയുന്നത് അവിടെയാണ്. അതായത് യേശു എനിക്ക് വേണ്ടി രക്തം കൊടുത്തു, ഇനി എൻ്റെ പ്രവൃത്തി, ഞാനിപ്പോൾ 9 നൊവേനല്ലേ കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് ഒന്നും നടക്കാനില്ല. എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല എനിക്ക് എന്തെങ്കിലും ലഭിക്കുന്നത്, പകരം വിശ്വാസത്താൽ കൃപയാലാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകും. അതാണ് വിശ്വാസം മൂലം. വിശ്വാസം എന്ന് പറയുന്നത് സമർപ്പണമാണ്, സറണ്ടറിങ്ങാണ്. അതിനെയാണ് കുർബാനയെന്ന് പിതാക്കന്മാർ വിളിച്ചത്. പിതാക്കന്മാർ ആദ്യമേ ഈ സത്യാരാധനയെ കുർബാനയെന്നും യൂക്കരിസ്റ്റ് എന്നും വിളിച്ചത് കാരണം, യൂക്കരിസ്റ്റ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ്, നന്ദി പറയുക, സറണ്ടർ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഈ സറണ്ടറിങ് ആണ് വിശ്വാസം. മലയാളത്തിൽ ബലി, പൂജ എന്ന വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ലാറ്റിൻ ഇതിനകത്ത് പൂജ എന്ന അവർ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. നമ്മൾ കാത്തലിക് ഇതിലാണ്, മീൻസ് സിറോ മലബാറിലാണെന്നുണ്ടെങ്കിൽ അത് ബലി എന്ന് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇനിയും ക്രിസ്തുവിന് നമ്മൾ എന്താണ് ബലിയർപ്പിക്കുന്നത് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു പൊതുവേ നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ വാക്കുകൾ. ഇപ്പം പൂജ ചെയ്യുക, ഒരു കർമ്മം ചെയ്യുക, ഞാനൊരു കർമ്മം ചെയ്യുന്നതിനൊരു ഫലം ഉണ്ടാകുന്നെന്ന് പറയാം. യഥാർത്ഥത്തിൽ ബലിയെന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് എന്നാ. അത് സറണ്ടറിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡാണ് സാക്രിഫൈസ്. ഈ സറണ്ടറിങ്ങിൻ്റെ, അതായത് സമർപ്പണത്തിൻ്റെ, ഒരുവൻ സമർപ്പിക്കുന്നതിൻ്റെ ആത്മാവാണ് ബലിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ഇല്ലാതെ സറണ്ടറിങ്. ഞാൻ എന്നെ തന്നെ പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. അത് കുറച്ച് പ്രാർത്ഥന വാക്യങ്ങളല്ല, അത് ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരുവന് സംഭവിക്കുന്നത്, ഇപ്പം അപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകേണ്ടുന്ന മാനസിക നിലപാടാണ് ആ പ്രാർത്ഥന. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ തിരുവിഷ്ടം, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്താണ്, ആഹാരം എന്താണെന്ന് പോലും നീ തീരുമാനിക്കുക. അപ്പോൾ അത് ടോട്ടൽ സറണ്ടറിങ് ആ പ്രാർത്ഥന. ആ സറണ്ടറിങ് ആണ് എനിക്ക് എൻ്റെ മനസ്സിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ കേൾക്കാൻ തയ്യാറാകുന്നു, വചനം കേൾക്കാൻ തയ്യാറാകുന്നു. ഞാൻ ആചാരം പോലെ കുറച്ച് സങ്കീർത്തനങ്ങളും വായിച്ച് സുവിശേഷം വായിച്ചു എന്ന് പറഞ്ഞു പോയിട്ട് അതൊരു കർമ്മമായിട്ട് തീരുക. അപ്പം അതേസമയം വചനം എന്നോട് ഇടപെടുകയാണ്. ഈ വചനം എന്നോട് ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് മാനസാന്തരം സംഭവിക്കുക, മനസ്സിന് മാറ്റം സംഭവിക്കുക. അപ്പം ഞാൻ ദൈവപുത്രൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവപുത്ര സ്ഥാനത്തേക്ക് മാറുക, മകനായി മാറുക, പുത്രത്തെ സ്വീകരിക്കുക. അപ്പോൾ അതാണ് പത്രോസിനോട് പറഞ്ഞത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഇന്ന് കഴുകൽ നടക്കുന്നേ ഇല്ല, വെറുതെ അപ്പം ഭക്ഷണം പോലെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോകും. അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം, ഇപ്പം യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളാണ് എന്ന് സഭ വിശ്വസിക്കുന്നു, വിശ്വാസികളോട് അത് ഏറ്റുപറയുന്നു. അത് സ്വീകരിച്ചിട്ട് നേരെ ഇപ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് നേരെ പുറത്തോട്ട് വന്ന അവിടെ മാതാവിൻ്റെ രൂപം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ണീശോയുടെ രൂപം ഇരിക്കുന്നത്, അതിനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വണങ്ങാതെ ഇവർക്ക് അല്ലെ അതിനോടുള്ള, അതായത് എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണ്, അവൻ്റെ ശരീര രക്തങ്ങളാണ്, ഞാൻ അവൻ്റെ മകനാണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടാൻ പറ്റും. അതായത് നമ്മളിലുള്ള ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം, ഇതിന് ധ്യാനം വേണം.
വചനം കേൾക്കണമെങ്കിൽ ധ്യാനം വേണം, നമ്മളിലേക്ക് തന്നെ തിരിയണം. എന്നെ ദൈവം തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവനാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, അപ്പം അത് ഇങ്ങനെ അത് മറന്ന് പോയി കഴിഞ്ഞിടത്താണ് ഞാൻ അൾത്താരയിലേക്ക് വരുന്നു. അപ്പം വചനം കേൾക്കുന്നു, അയ്യോ ഞാൻ മറന്നല്ലോ, ഞാൻ ദൈവത്തിൻ്റേതാണെന്ന് മറന്നല്ലോ. അപ്പോൾ എനിക്ക് മാനസാന്തരം ഉണ്ടായി. ഞാൻ തെറ്റുകളെക്കുറിച്ച് ഓർത്തു, പാപങ്ങളെക്കുറിച്ച് ഓർത്തു, ഞാൻ പശ്ചാത്തപിച്ചു. അച്ഛന് സഭയുടെ അധികാരി എന്ന നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപമോചനം എല്ലാ ആരാധനയിലും എല്ലാ വിശുദ്ധ കുർബാനയിലും പാപമോചനത്തിൻ്റെ അബ്സല്യൂഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരീരരക്തങ്ങൾ കൂടി ഭക്ഷിച്ചു. ഇതെൻ്റേതാണ് എന്ന് പറഞ്ഞാൽ ഈ അപ്പം മാത്രമല്ല, ഞാൻ അവിടെ അപ്പത്തിൻ്റെ ഒരു പ്രതീകമായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെയാണ്. എന്നെ നോക്കിക്കൊണ്ടാണ് ദൈവം പറയുന്നത്, നീ എൻ്റേതാണ്, ഇതെൻ്റേതാണ്, എൻ്റെ ശരീരമാണ്. അപ്പോൾ അപ്പുറത്തോട്ട് പോയി അതും കഴിഞ്ഞിട്ടാണ് എനിക്ക് ശക്തി തരാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കുർബാനയെ സംഭവിച്ചു. പിന്നെ ഞാൻ എവിടെയാണ് ദൈവത്തെ അന്വേഷിക്കണ്ടേ? എനിക്ക് ആരുടെ അടുത്താണ് പിന്നെ പോകണ്ടേ? അവിടെ പോയി വിഗ്രഹത്തിന് മുമ്പിൽ ഏത് വിഗ്രഹമാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്? അവിടെയാണ് ഏറ്റവും വലിയ ഇത് പിശാചിൻ്റെ കണിയാണ്. നമ്മൾ വീണ്ടും പോയി താണു. ഞാൻ വിചാരിച്ചു ഈ രൂപമാണല്ലോ എനിക്ക് രക്ഷ തരുന്നേ. ഇത് വിചാരിച്ചു പോകുമ്പോഴേക്ക് തന്നെ എന്നിൽ പിശാച് ആവസിച്ച് കഴിഞ്ഞു. പിന്നീട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, കുർബാനയായി ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റാത്തടത്ത്, മറക്കാൻ പറ്റാത്തടത്ത്, ക്ഷമിക്കാൻ പറ്റാത്തടത്ത് അതിൻ്റെ അർത്ഥം എന്നിൽ പിശാചുണ്ടെന്നാണ്. പിശാചുള്ളിടത്ത് ദൈവമില്ല. ദൈവം ചൈതന്യമാണ്, അതുപോലെ തന്നെ പിശാചും ചൈതന്യമാണ്. പിശാചിനും രൂപമില്ല. അവൻ വൈരാഗ്യമായി, വിദ്വേഷമായി, പകയായി, അസൂയയായിട്ട് നമ്മുടെ പള്ളികളിൽ കിടന്ന് കൂത്താടുന്നുണ്ടോ? നമ്മളിലൂടെയാ, അല്ലാതെ അവൻ പുറത്തൊന്നുമല്ല, നമ്മുടെ ഉള്ളിലവന്. ഓരോ വ്യക്തികളിലൂടെയും പ്രവർത്തിക്കും. വ്യക്തികളിലാ ദൈവവും പിശാചും. ദൈവം ഉണ്ടെങ്കിൽ പിശാച് അവിടെ ഇല്ല. അപ്പം ഇവനെ ആരാധിച്ചു പോകാൻ മനുഷ്യന് അടിമയായി പോകണം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരരുത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് അവൻ ആനന്ദിക്കരുത്. ഇതാണ് ദൈവത്തോട് പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ സഭകളിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്ത് ഇത്തരം വിഗ്രഹങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പൊതുവെ വായിച്ചു കേട്ടത്. 16-ാം നൂറ്റാണ്ടോടുകൂടെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സെബസ്ത്യാനോസിൻ്റെ 4 രൂപങ്ങളായിട്ട് വരുന്നു. അതിനുശേഷമാണ് പിന്നീട് മറ്റു രൂപങ്ങൾ ഇതിലേക്കൊക്കെ കൂടുതലായിട്ട് കടന്നു വന്നത് ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ മുൻപുണ്ടായിരുന്ന സഭയും അതിനുശേഷം ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള സഭയും വിശ്വാസപരമായ കാര്യത്തിൽ എന്താണ് അച്ഛൻ്റെ ഒരു നിലപാടിൽ, ചിന്തയിൽ? ഡെസ്റ്റിനി, ഇതിനകത്തുള്ള ഒരു വിഷയം പാശ്ചാത്യ ദൈവശാസ്ത്രവും പൗരസ്ത്യ ദൈവശാസ്ത്രവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നു ഇപ്പം പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ ഒന്നിൻ്റെ കുഴപ്പമല്ല. ഇന്ന് പാശ്ചാത്യരായാലും പൗരസ്ത്യരായാലും ഈ വിശ്വാസ ജീവിതത്തിൽ ഒരുപോലെ തെറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഈ പള്ളി പോലും വിഗ്രഹമായി മാറി, ഈ ആരാധനക്രമം പോലും വിഗ്രഹമായി മാറി. അപ്പം നമ്മൾ പറയുന്നത് കേട്ടോ, ഈ ആരാധനക്രമം അടിമുടി ഒന്നുപോലും വിടാതെ ഇങ്ങനെ ചൊല്ലി തീർത്താൽ ആരാധനയായി. ഒരു മാറ്റവും വരുത്താതെ നിർബന്ധം പിടിക്കുക. കാരണം ഇത് പിതാക്കന്മാർ പ്രാർത്ഥിച്ചൊരു ക്രമമാണ്. ശരി, അത് പിതാക്കന്മാരുടെ ഉള്ളിലുണ്ടായതാ, ഉരുവാക്കപ്പെട്ടതാ. എന്തുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച എൻ്റെ ഉള്ളിൽ ഈ പ്രാർത്ഥന ഉരുവാക്കപ്പെടുന്നില്ല? അതായത് ആത്മാവ് നമ്മളോട് ഇടപെടുന്നില്ല. ആത്മാവ് ഇല്ലാത്ത ആരാധനയായി മാറുന്നത് അതുകൊണ്ടാണ്. ആത്മാവിലല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കി വായിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ ഞാൻ ആളുകളെ നോക്കാറുണ്ട്, ഇവർ ചുമ്മാതി ഈ പുസ്തകം മറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, പ്രാർത്ഥന എവിടെയാണെന്ന് നോക്കുക. അപ്പം അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ആത്മാവിലുള്ള ആരാധനയിൽ അവർക്ക് അവർ വെറുതെ നോക്കിക്കൊണ്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിന്നാലും ഒരു വാക്കുപോലും പറയണ്ട. അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയുന്നവനാണ് ദൈവം. അവരുടെ ഹൃദയത്തിലെ ആന്തരിക വൈബ്രേഷനാണ് ദൈവം അറിയുന്നത്. അപ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ആത്മാവ് നെടുവീർപ്പ് പോലും പ്രാർത്ഥനയായിട്ട് ദൈവം. നെടുവീർപ്പ് എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട് കേട്ടോ ഡെസ്റ്റിനെ. അപ്പം ഈ നെടുവീർപ്പ് എന്ന് പറയുന്നത് ആധുനിക സയൻസ് പറയുന്നത് എനർജി, അതിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഈ വൈബ്രേഷനെയാണ് നെടുവീർപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള ആ നെടുവീർപ്പ് തിരിച്ചറിയാൻ പുറത്ത് നിൽക്കുന്നവർക്ക് ആർക്കും കഴിയണമെന്നില്ല. ഒരു വാക്ക് പോലും വേണ്ട.
എനിക്കൊരു വാക്കിൻ്റെ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം അറിയാവുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തെ മാത്രമാണ് അവിടുന്ന് പരിശോധിച്ചറിയുന്നത്. എനിക്കൊരു വാക്ക് പറഞ്ഞ് കേൾപ്പിക്കണോ? ഞാൻ എന്തെങ്കിലും ഇനിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഈ വലിയ പാട്ട് കച്ചേരിയും നടത്തണമെന്നല്ല കർത്താവ് പറഞ്ഞേ. കർത്താവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആനന്ദം തോന്നും, ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആഹ്ലാദിച്ച് പാടാൻ തോന്നും. അതൊക്കെ ഈ വൈബ്രേഷൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. അത് നമ്മൾ ആനന്ദത്തോടെ ആഹ്ലാദിച്ച് ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കും. അത് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആഹ്ലാദത്തിൻ്റെ ഒരു തിരത്തള്ളലാണ്, സ്നേഹത്തിൻ്റെ ഒരു തിരത്തള്ളലാണ്. എൻ്റെ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു എന്നറിയുന്നുണ്ടെങ്കിൽ ആർക്കും ആഹ്ലാദിക്കാതിരിക്കാൻ പറ്റുന്നത്? ഇതൊന്നും ഒരേപോലെ ഇരിക്കണമെന്നില്ല. ഇല്ല, നാളെ ഉണ്ടാവണമെന്നല്ല, നാളെ വേറെ രീതിയിലായിരിക്കും. അത് സഭ പഠിപ്പിക്കുന്നുണ്ട്. കാലോചിതമായി സന്ദർഭോചിതമായി മാറിക്കൊണ്ടേയിരിക്കണം ഈ കാര്യം. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സാഹചര്യവും സാമൂഹിക ചുറ്റുപാടും പ്രശ്നങ്ങളും അല്ല മനുഷ്യൻ്റേത്. ഇന്നത്തെ മനുഷ്യന് അനുഭവേദ്യമാകും വിധം നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇതിനെടുത്തിട്ടാണ് വിഗ്രഹത്തെ കൂടുതൽ അവർ ന്യായീകരിക്കുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ആളുകൾ, എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ, അതായത് ഇപ്പോൾ കേൾവി ശക്തി ഇല്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വായന അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ജനത്തിൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ യേശുവിനെ ഒരു ക്രൂശിത രൂപം കൊണ്ടു നടക്കുന്നതാണോ, ക്രൂശിനെ കുറിച്ച് പ്രഘോഷിക്കുന്നതാണോ വലുത് എന്ന് ചോദിക്കുകയാണ് എൻ്റെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ കമൻറ്റ് വരുന്ന വെച്ചാൽ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ മോശയോട് ദൈവം ഇടപെട്ടപ്പോൾ നീ വിഗ്രഹമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അന്നത്തെ ജനമാണോ ഈ പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത, കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ജനം, അത് ഇന്നത്തെ ജനമാണോ? ഇതെനിക്കൊരു വലിയൊരു സംശയം. കാരണം അന്ന് മോശ തുടങ്ങി യേശു വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വിഗ്രഹം യഹൂദർ ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുമ്പം നമ്മൾ പറയുന്ന ഒരു ന്യായീകരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്? ആദിമ സഭയിൽ എന്തുകൊണ്ടാണ് പിതാക്കന്മാരെ എതിർത്തിരുന്നേ? ഇത് സംഭവിക്കും, മനുഷ്യനിവിടെ ഉടക്കും, എളുപ്പമുള്ള വഴിയായത്. പിശാച് ഈ എളുപ്പമുള്ള വഴി അങ്ങ് എടുത്തു, ക്രിസ്തുവിലേക്ക് എത്തത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ തറയിൽ പിതാവിൻ്റെ കണ്ടു. പിതാവിനോട് ചെറുപ്പക്കാർ ചോദിക്കുന്നു ഈ വിഗ്രഹങ്ങൾ ആരാധനയെപ്പറ്റി. അപ്പം പിതാവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം ഏത് രൂപത്തിന് കൊടുത്താലും അത് വിഗ്രഹാരാധന തന്നെയാണ്. പിതാവ് അത് സ്പഷ്ടമായിട്ട് പറഞ്ഞു. അത് വിഗ്രഹാരാധന തന്നെയാണ്. പള്ളിയിൽ വെച്ചിരിക്കുന്ന ഒരു രൂപം, അത് മാതാവിൻ്റെ ആയാലും വിശുദ്ധൻ്റെ ആയാലും സെബസ്ത്യാനോസിൻ്റെ ആയാലും ആരുടെ ആയാലും, ദൈവത്തെ മറന്ന് ആ രൂപത്തിന് മുമ്പിൽ വണങ്ങുന്നത് നമ്മളെ കൊണ്ട് പിശാച് ചെയ്യിപ്പിക്കുന്ന പണിയാണ്. നമ്മളെ അടിമയാക്കുക. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ്, പവർ, ഹി ഗിവ് പവർ എന്നാണ് പറഞ്ഞത്. അവൻ ഉള്ളിൽ നിന്ന് ശക്തിയെ കൊടുത്തു. ഞാൻ ദൈവമകനാണ്, മകളാണെന്ന വണ്ണം ജീവിക്കാൻ കഴിയുമായിരിക്കെ ഞാൻ ഇത്തിരി നേരത്തേക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി, ഇത്തിരി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നീ അവിടെ നിന്ന് വണങ്ങ്. നീ വിശക്കുന്നല്ലോ, നിനക്ക് അപ്പം തരാം, ഈ കല്ലുകളൊന്ന് അപ്പമാക്കിയാൽ മതി, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി. അപ്പം നമ്മൾ ഒത്തിരി പേര് പറഞ്ഞു, നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് നല്ല കല്യാണം കിട്ടും, നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് ജോലി കിട്ടും, നീ ഇത്ര ദിവസം ഉടമ്പടി എടുത്താൽ നിനക്ക് അത് സാധിക്കും, ഇത് സാധിക്കും. കർത്താവായ ദൈവം യേശു ക്രിസ്തുവിൽ മനുഷ്യവർഗവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. അതിന് പകരമായിട്ട് വേറൊരു ഉടമ്പടി ആർക്കും ചെയ്യാനില്ല. വേറൊരു ഉടമ്പടിക്കും പ്രസക്തിയില്ല. നമ്മൾ നിരന്തരം പറയുന്നതായി ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ പൊതുവെ ജനം എല്ലായിടത്തും ഈ തുടക്കം പറഞ്ഞ പോലെ തന്നെ സാത്താൻ എപ്പോഴും അവനൊരു നന്മയുടെ രൂപത്തിലായിരിക്കും, ഭാവത്തിലായിരിക്കും അവൻ വരിക. അവനെപ്പോഴും ആ നന്മയായിരിക്കും മുൻപിൽ വെക്കുക, പക്ഷെ അതിൻ്റെ പുറകിൽ വലിയ തിന്മയായിരിക്കും. ഇത് ഈ ജനം മനസ്സിലാക്കണമെങ്കിൽ പച്ചനെ പോലുള്ള ഒരാൾ പറയുമ്പം അത് കേൾവിക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുമ്പം എപ്പോഴും ഇപ്പം നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ തുടക്കം തുടങ്ങിയ കമൻറ്റുകൾ കേൾക്കുന്നത്, മോശ പിച്ചള സർപ്പം ഉണ്ടാക്കി, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. അത് ഞാൻ ആദ്യമായിട്ട് പേര് പറയുന്നതുകൊണ്ടല്ല, നമ്മുടെ ഡാനിയൽ അച്ഛനാണ് അങ്ങനെ ഒരു സംഭവം കൂടുതലായിട്ട് എടുത്തു. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി എടുത്ത് പ്രസംഗിച്ചു, വചനത്തിലും പറഞ്ഞു. അച്ഛൻ എനിക്ക് നല്ലൊരു സുഹൃത്താണ്, നല്ലൊരാളാണ്, അനിയനാണ്. അദ്ദേഹം പറയുന്ന ആ പ്രസംഗം എന്നോട് ഒത്തിരി പേര് ചോദിച്ചപ്പോൾ ഞാനതെടുത്ത് നോക്കി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വിഗ്രഹം ഉണ്ടാക്കാം. കാരണം പറഞ്ഞെന്താ, നമ്മൾ കണ്ടു എന്ന്. നമ്മൾ എന്തോ കണ്ടെന്നാ പറഞ്ഞേ? നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തിൽ കണ്ടതോ? അത് എന്തോ, ഇത് യേശുക്രിസ്തുവിന്റെ രൂപമാണ്. ആരോ വരച്ചൊരു ചിത്രകാരൻ വരച്ചൊരു പടം, ആരോ വരച്ച ഒരു പടം. ഇത് നമ്മൾ യേശുക്രിസ്തുവിനെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ ആത്മാവായ ദൈവത്തെ കണ്ടോ? ഈ കണ്ണുകൊണ്ട് കാണാമോ?
ഈ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? ഈ കണ്ണുകൊണ്ട് കാണാവുന്നവനാണോ ദൈവം? ഹൃദയം കൊണ്ട് അനുഭവിക്കാവുന്ന ദൈവത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ മോശയ്ക്ക് പോലും കാണണമെന്ന് പറഞ്ഞപ്പം കർത്താവ് കാണിച്ചു കൊടുത്തില്ല. കാണണമെന്ന് ശാഠ്യം പിടിച്ചപ്പം അവനോട് പറഞ്ഞു, നീ ഈ പാറയിടുക്കിലേക്ക് മാറി നിൽക്ക്, ഞാൻ നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, നീ അങ്ങനെ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞു. നമ്മൾ കാണാൻ വേണ്ടി പ്രതിമ ഉണ്ടാക്കുക. ഞാൻ അച്ഛനെ കുറ്റം പറയല്ല, അച്ഛൻ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. എനിക്ക് എന്തുകൊണ്ട് അച്ഛൻ ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യനാണ്. അച്ഛൻ അതിന് മുമ്പേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കേരള സഭയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രവണതയുണ്ട്, അതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും ശരിയല്ല, എൻ്റെ എല്ലാ വീഡിയോ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ടൊന്നും ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഇതൊന്നും ശരിയല്ല എന്ന് അച്ഛൻ അന്ന് അഭിപ്രായം പറഞ്ഞതാ. പക്ഷെ പിന്നെ പെട്ടെന്ന് എവിടെയാണ് അഭിപ്രായം മാറി? കാരണം ഇത് കച്ചവടത്തിൻ്റെ കാര്യമാണ്. ഈ രൂപത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞ ഡാനിയലച്ചന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ധ്യാന ഗുരുവാണ്. അദ്ദേഹം പറയുമ്പോൾ അതിന് അതിൻ്റേതായ വിലയുണ്ട്. അപ്പം ഈ പള്ളികൾ മുഴുവനും അച്ഛന്മാരിളകും, ആളുകൾ ഇളകും, ചോദ്യം ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ അച്ഛനൊരു ഇന്റർപ്രിട്ടേഷൻ, ഇത് വരും. എനിക്ക് അത് പണ്ട് മാത്രമേ എനിക്കുള്ളതാ. അത് അപ്പം ഇത് പറയുമ്പം എന്താ പ്രശ്നം എന്നറിയാമോ? ഞാൻ കണ്ടു എന്ന്, നമ്മൾ കണ്ടു, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമെന്ന് പറയാ, ആ വാക്കുകൾ തന്നെ അദ്ദേഹം ഉപയോഗിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതാ യോഹന്നാന്റെ ലേഖനമാണ് അച്ഛൻ ഉപയോഗിച്ചത്. 1 യോഹന്നാൻ 1-ാം അധ്യായം, അതിന്റെ തൊട്ട് താഴെ ദൈവം പ്രകാശമാകുന്നു, തൊട്ട് താഴെ കിടക്കുക 5-ാം വാക്യത്തിൽ കിടക്കുക ദൈവം പ്രകാശമാകുന്നു. അപ്പോൾ പൗലോസ് കണ്ടത് ആ പ്രകാശത്തെയാ. അത് എന്ത് വരയ്ക്കും, ഏത് രൂപത്തിൽ വരയ്ക്കും? ഇനി അതല്ല, നമുക്കെങ്ങനെ അൺലിമിറ്റഡായ പരിധികളില്ലാത്തവനെ പരിധിപ്പെടുത്തുന്നു, ഈ രൂപത്തിലേക്ക് ഒതുക്കുന്നു. ഇതാണ് അതിൻ്റെ വലിയ അപകടം. സർവത്തിൻ്റെയും കാരണമായവനെ കാര്യമാക്കുന്നു, ഓബ്ജക്റ്റ് ആക്കുന്നു. സബ്ജക്റ്റായവനെ ഓബ്ജക്റ്റ് ആക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനെ, പരിധികളില്ലാത്തവനെ ഞാൻ പരിധിയുള്ളവനായ എൻ്റെ മുമ്പിൽ എൻ്റെ കൈകൊണ്ട് വാർത്തുണ്ടാക്കുന്നു. ഇത് ദൈവം നിന്നെയും 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം അല്ലാതെ വേറെന്താ? ഇത് ലംഘിച്ചാൽ പിന്നെ ശരിക്കും പറഞ്ഞു എല്ലാം ലംഘിക്കും, ഏതും ലംഘിക്കാം. ഇത് കഴിഞ്ഞ് ഇത് ഞാൻ പരിധിയില്ലാത്തവനെ ഞാനിവിടെ പരിമിതപ്പെടുത്തി. ഈ ഓബ്ജക്റ്റിൽ ഞാൻ ദൈവത്തെ കാണുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, അവിടെ നോക്കിക്കൊണ്ടിരിക്കുക, ഇത് കേട്ടോണ്ട്. ഈ പരിധികളില്ലാത്തവനെ പരിമിതിപ്പെടുത്തുന്നു എന്ന് പറയുന്നിടത്തോളം പാപം. ഞാനൊരു സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. എന്നെ സൃഷ്ടിച്ചവനെ ഒരു കളിമൺ പിണ്ടത്തിലോ ഒരു ഛായാചിത്രത്തിലോ ഒതുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അങ്ങനെ ഒതുക്കാൻ പറ്റുമോ? എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ 2-ാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യരൂപം ധരിച്ചു, ഈ ലോകത്തിൽ വന്നു. എന്തിനാ വന്നത്? മനുഷ്യർക്ക് കാണാൻ വേണ്ടിയല്ല, നമ്മളെ രക്ഷിക്കാൻ, പാപപരിഹാര ബലിയാകാൻ വേണ്ടി. അത് യേശു പറയുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ. അതായത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാണ്, ആ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ അതിനോട് ഇപ്പോൾ ഞാനെപ്പോഴും എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയും, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. ഇതല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഇതിൽ നിന്നും എപ്പോൾ വ്യതിചലിക്കുന്നോ അവിടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു. പക്ഷെ പറയുമ്പോൾ അപ്പം ആദ്യം നമുക്ക് വരുന്നൊരു സംഭവം, നീ കത്തോലിക്കനല്ല, ഞാൻ കത്തോലിക്കനേ അല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആദ്യം വരുന്നൊരു വാദം. അപ്പം നമ്മളിപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ പറയും, അല്ല ഞാൻ കത്തോലിക്കനാണ്, അതെ ഞാൻ കത്തോലിക്കനാണ്. അപ്പം ജനത്തിൻ്റെ പൊതുവായൊരു ചിന്താഗതി ഇങ്ങനെയായി മാറി, വിഗ്രഹമുള്ളവനാണ് കത്തോലിക്കൻ. അപ്പം ഞാൻ വിഗ്രഹത്തിനെതിരെ പറഞ്ഞാൽ പിന്നെ ഞാൻ കത്തോലിക്കനല്ല. അങ്ങനെ ഒരു അപ്പം എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ഈ പറഞ്ഞ കത്തോലിക്ക വിശ്വാസമാണോ? വളരെ സ്നേഹമുള്ളവരായിട്ടോ. കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് അപ്പം ഇത് ശരിക്കും ഇച്ചിരി കുറച്ചൊക്കെ ഇൻഡ്യൂഷൻ ഒരു വെട്ടമൊക്കെ ഉള്ളവരൊന്നും ചോദിക്കത്തില്ല കേട്ടോ. ആരും എന്നോട് ഇതുവരെ ഒഫീഷ്യലായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, അച്ഛനിത് പറയുന്നതിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് തെറ്റില്ല ഒന്നും ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. കാരണം അവർക്കറിയാം, കാരണം ഈ പരിധികളില്ലാത്തവനെ പരിധികളാക്കി ഒതുക്കാൻ എനിക്ക് അവകാശമില്ല, എനിക്കട്ടു പറ്റത്തുമില്ല. പിശാചിൻ്റെ പണിയാത്. ഇനിയും സത്യ ആരാധന എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇൻ്റർവെൻഷനാണ്, എൻ്റെ ജീവിതത്തോടുള്ള ഇടപെടലാണ്. ഞാൻ ബലഹീനനും പാപിയുമായതുകൊണ്ട് എനിക്ക് പാപമോചനം തരുന്നു, എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ തരുന്നു, നിരന്തരം ദൈവത്തിൻ്റേതായ അടയാളപ്പെടുത്താൻ വേണ്ടി എനിക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു. ഈ ഒരു കർമ്മത്തെയാണ് വിശുദ്ധ കുർബാന. ഈ സ്ട്രക്ചറാണ് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം
എനിക്ക് ഈ അച്ഛന്, ബഹുമാനപ്പെട്ട അനിലച്ഛന്, ഇത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിന് കാരണം, ഇപ്പോൾ ഇത് വിഗ്രഹം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നുള്ള എത്ര പള്ളികളിൽ നിന്ന് ഇത് വലിച്ചു മാറ്റണം. പള്ളിക്ക് ചുറ്റും, പള്ളിക്കകത്തും, ഇവിടെയെല്ലാം നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ കോടിക്കണക്കിന് സ്വർണം കൊണ്ടും വെള്ളികളും ഉണ്ടാക്കി വെച്ച പ്രതിമകളൊക്കെ അടങ്ങുന്ന വലിയ വലിയ പള്ളികൾ എല്ലാം ബാറുകളായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് സംഭവിച്ചത്? പിശാച് പൂർത്തീകരിച്ചു, അവൻ്റെ പണി പൂർത്തീകരിച്ചു. ശരിക്കും ഹവ്വയെ ചതിച്ച പിശാച് ഇന്ന് നമ്മളെ ചതിച്ചു. ഇത് ഈ ആരാധനാ സമ്പ്രദായത്തിലാണ് ഇതെല്ലാം തകർന്നേ. സത്യാരാധനയിലേക്ക് വരുന്ന ഒരു മനുഷ്യന് വഴി തെറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ എത്ര തകർന്നു പോയാലും, അവൻ എത്ര വിഷമിച്ചാലും അവനെ വിട്ടുകൊടുക്കത്തില്ല പിശാചിന്. സത്യാരാധനയിലൂടെയാണ് അവന് കിട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളൊന്നുമല്ല, അവന് കിട്ടുന്ന ആന്തരിക ഈ വെട്ടവും ആന്തരിക ചൂടുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന തീ കത്തുന്ന ഒരനുഭവം. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. നമ്മളെ അത് അധികം പേരെ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കത്തിജ്വലിക്കുന്ന മനുഷ്യർ. ചില നേരങ്ങളിൽ നമുക്ക് ഈ വിഗ്രഹാരാധന പോലെ മറ്റൊരു പാപവും ഇല്ല എന്ന് പിതാക്കന്മാർ പറയുന്നതിൻ്റെ കാര്യം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ച ഈ ഭവിഷ്യത്തുകൾ നമ്മൾ ഇന്ന് ആ പള്ളികളിൽ ചെന്ന് നോക്കിയാൽ അറിയാം. അവിടെ ഒരു പ്രധാന ബലിപീഠമുണ്ട്, അതിൻ്റെ പള്ളിക്ക് ചുറ്റും ആൾത്താരകളാണ്, വിശുദ്ധൻ്റെ പ്രതിമകൾ വെച്ചിരിക്കുന്ന. ഈ പ്രതിമകളെല്ലാം ഇന്ന് ലേലം വിളിച്ചു കൊണ്ടുപോവാ. ശരിക്കും വിശുദ്ധൻ, ഇപ്പോൾ ഒരു വിശുദ്ധനായത് എങ്ങനെ എന്നുള്ളത് ആർക്കും നോട്ടമില്ല. അതെ, ആ വിശുദ്ധൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു, ആ വിശുദ്ധൻ പരിശുദ്ധാത്മാവും ക്രിസ്തുവും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതാർക്കും താല്പര്യമില്ല. എനിക്ക് ആ ബന്ധം വേണമെന്നില്ല. പകരം ആ വിശുദ്ധൻ്റെ വിഗ്രഹം വെച്ചെന്തെങ്കിലും നന്മയുണ്ടാക്കുക മാത്രമാണ്. നമുക്ക് ഈ യുദ്ധങ്ങളുണ്ടാകുന്നു, കെടുതികളുണ്ടാകുന്നു, നാശം, നമ്മുടെ പിള്ളേർ വഴിതെറ്റിപ്പോകുന്നു, നമ്മുടെ പിള്ളേരെ കൊണ്ട് മാതാപിതാക്കൾ സമാധാനമില്ല. ഇതിൻ്റെ എല്ലാം കാരണം ഒരു പരിധി വരെ പല പ്രകാരത്തിൽ ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഞാൻ വിഗ്രഹത്തെ നേരിട്ട് ആരാധിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു പള്ളിയെ ഞാൻ അടിമയാവുക, ഒരു സ്ഥാപനത്തെ, ഒരു സ്ഥലത്തെ, ഒരു വ്യക്തിയെ, ഇവരാരും എനിക്ക് രക്ഷ കൊണ്ടിരുന്നില്ല. ഒരു വിശുദ്ധനും എനിക്ക് രക്ഷ കൊണ്ടിരുന്നില്ല. അവരുടെ മാർഗം എനിക്ക് സ്വീകരിക്കാം. അവർ രക്ഷയിലേക്ക് പോയി, രക്ഷിക്കപ്പെട്ടവർ അവർ രക്ഷ പ്രാപിച്ചു, അവർ ആനന്ദിച്ചതിൻ്റെ വഴി എനിക്ക് തിരഞ്ഞെടുക്കാം, അവരെ എനിക്ക് പാഠമാക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചത് നിങ്ങൾ നോക്കുവിൻ, അത് നിങ്ങൾക്കും അനുകരിക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊരു കാര്യത്തിലേക്ക്, ഇതും നമ്മൾ വിശുദ്ധനിൽ നിന്ന് എന്തെങ്കിലും നേടുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. പിശാച് കാര്യസാധ്യങ്ങൾ, നിനക്ക് ഈ 10 69 വയസ്സ് ജീവിച്ച ജോൺസൺ അച്ഛന് പല ആവശ്യങ്ങളുണ്ടാവും. ജീവിച്ചു പോകുന്നുണ്ട്, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം, ഇതൊക്കെ തരാൻ തയ്യാറായി നിൽക്കുന്ന, ഏറ്റവും എളുപ്പത്തിൽ തരാനായി തയ്യാറായി നിൽക്കുന്ന ഒരു പിശാചുണ്ട്. ഇന്ന് ധ്യാന കേന്ദ്രങ്ങളും അതുപോലെയുള്ള ആകർഷങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ഉടനെ പറയുന്നത് എന്താ, നിനക്ക് അവിടെ പോയാൽ അത് കിട്ടും. ദൈവത്തെ കിട്ടുമെന്നല്ല, ദൈവത്തെ തരാൻ നീ ഒരിടത്തും പോകണ്ട. നീ നിൻ്റെ ദേവാലയത്തിൽ, കൊച്ചു ദേവാലയത്തിൽ അവിടെ നിന്നെ സമർപ്പിക്കുകയും നീ സത്യാരാധനയിലൂടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും അന്വേഷിക്കണ്ട, നീ വസ്ത്രം തേടണ്ട, വാർപ്പിടം തേടണ്ട, നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തക്ക സമയത്ത് തരുന്ന എൻ്റെ അപ്പൻ സ്വർഗത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, എന്നിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ നോക്കിക്കൊള്ളും. നീ അതൊന്നും നോക്കണ്ട. നമ്മൾ ശരിക്കും പറയാതെ പറയുന്നൊരു കാര്യം, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൽ ആശ്രയിച്ച് എന്തെങ്കിലും നടക്കുമെന്ന് പറയുന്നു, പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എനിക്ക് നടക്കുന്നില്ല. നടക്കണ്ടാത്തത് കൊണ്ടാണ് നടക്കാത്തത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണ്ടതല്ല. എനിക്ക് പലതും ആഗ്രഹിച്ചു. ഈ കൊച്ചു പിള്ളേർ, കൊച്ചു കുഞ്ഞുങ്ങൾ അറിയില്ല, അവർ നല്ല തിളങ്ങുന്ന കത്തിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ഉയരത്തി എടുത്ത് വെച്ചിരിക്കുക അമ്മ. ആ തിളക്കം കണ്ടുകൊണ്ട് ഈ കുഞ്ഞ് ചോദിക്കുന്ന അമ്മയെ അതെടുത്ത് നമ്മളെടുത്ത് കൊടുക്കുമോ? കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അവനത് നാശമാവും. അതുകൊണ്ട് നമ്മൾ ചോദിക്കും, നമുക്ക് ആകർഷമെന്ന് തോന്നുന്നതെല്ലാം ദൈവം തരത്തില്ല. അത് ദൈവം ആയതുകൊണ്ട് അവനും അപകടം ഉണ്ടാക്കും, മറ്റുള്ളവർക്കും അപകടം. അത് തന്നെ. അപ്പോൾ ചിലത് തരാതിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത്, അപ്പം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തീരുമാനിക്കാനാണ് പറഞ്ഞത്. നിന്റെ ഇഷ്ടം നീ തീരുമാനിച്ചു, അതെനിക്ക് തരണം. എനിക്കറിയില്ല ഇന്ന് എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ ഇത് സറണ്ടറിങ്ങാണ്. ഈ സറണ്ടറിങ് താങ്ക്സ് ഗിവിങ്,
ഇത് നടക്കാത്തത് കൊണ്ട്, ഈ അഭിഷേകമില്ലാത്തത് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഈ വിശ്വാസ സാക്ഷ്യങ്ങളില്ല. നമ്മൾ ഇപ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ എന്നെ നോക്കുന്ന അവസരത്തിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല, മറക്കാൻ കഴിയത്തില്ല, പൊറുക്കാൻ കഴിയത്തില്ല എങ്കിൽ ഞാൻ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിട്ട് ഈ ജനത്തെ കുറേ ചീത്ത വിളിക്കുകയാണെങ്കിൽ ജനം എന്തോ കേട്ടോണ്ടാണ് പോകുന്നത്. വന്നതിനേക്കാൾ സമാധാനം ഇല്ലാത്തവരായി പോകും. ഇവിടെ നമ്മൾ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. മതത്തിൻ്റെ വിശ്വാസമുണ്ട്, കത്തോലിക്ക വിശ്വാസമുണ്ട്. ഞാനെപ്പോഴും രണ്ടായിട്ട് കാണാം. അതായത് ഇപ്പോൾ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നതാണെന്നാണ് പൊതുവേ പറയപ്പെടുന്ന പല കാര്യങ്ങളും. പക്ഷേ ഈ പാരമ്പര്യത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്തയിലേക്ക്, അതിൽ നിന്ന് അടുത്തയിലേക്ക്, അതിൽ നിന്ന് അടുത്തയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസമാണ് വിഗ്രഹം, മറ്റ് പല കാര്യങ്ങളും, പല ആരാധനകൾ, പല നേർച്ചകൾ, കാഴ്ചകൾ, വണങ്ങൽ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. അപ്പോൾ 2 ട്രഡീഷൻ, ഓറൽ ട്രഡീഷൻ ആൻഡ് റിട്ടൺ ട്രഡീഷൻ, ഈ 2 ട്രഡീഷനിലൂടെയാണ് കത്തോലിക്ക വിശ്വാസം മുന്നോട്ട് പോകുന്നത്. അത് ഡെസ്റ്റിന് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് ജോൺസൺ അച്ഛന് അറിയാത്തത് കൊണ്ടാണെന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അതായത് ഇങ്ങനെ ഒരു, ഞാനെപ്പോഴും പറയുന്നത്, ഒന്ന് വിശ്വാസ പാരമ്പര്യം, മറ്റത് മതത്തിൻ്റെ അടിമത്തം. ഇത് രണ്ടും ഈ ട്രഡീഷൻ എന്ന് പറയുന്നത്, നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത് 2000 വർഷത്തെ പാരമ്പര്യം മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് നേരിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്തീയ പാരമ്പര്യമാണ് നമ്മൾ അവകാശപ്പെടുന്ന പാരമ്പര്യമെങ്കിൽ, ഈ പാരമ്പര്യത്തിൽ ക്രിസ്തു എനിക്കാരാ അറിയാമോ? ക്രിസ്തു എനിക്കറിയാൻ പാടില്ലാത്ത ഈ പാരമ്പര്യത്തിന് എന്ത് പ്രസക്തിയാവുള്ളത്? സത്യാരാധന എന്താണെന്ന് അറിയാത്ത പാരമ്പര്യത്തിന് എന്ത് പ്രസക്തിയാവുള്ളത്? ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം തന്നതുകൊണ്ടോ അതാണോ എൻ്റെ പാരമ്പര്യം? ഈ പാരമ്പര്യം എല്ലാവർക്കും ഉണ്ട്. ഈ പാരമ്പര്യമാണോ ക്രിസ്തീയ പാരമ്പര്യം? വിശ്വാസത്തിൻ്റെ പാരമ്പര്യമാണ്. വിശ്വാസത്തിൻ്റെ പാരമ്പര്യം എനിക്ക് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ്. എനിക്ക് വേണ്ടി സ്വപുത്രനെ, റോമാലേഖനം 8-ാം അധ്യായം മനോഹരമാണ്. പാപമില്ലാത്തവനെ പാപമാക്കി എനിക്ക് വേണ്ടി. നിയമത്തിന് ചെയ്യാൻ കഴിയാത്തത് അവൻ ചെയ്തു. നിയമത്തിന് ചെയ്യാൻ കഴിയാത്തത് എന്താ? പാപിയായ ഒരു മനുഷ്യന് പാപപരിഹാരം ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിരന്തരം എബ്രായ ലേഖനം വളരെ മനോഹരമായിട്ടത് പൗലോസ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ. നിരർത്ഥകമായ ബലികൾ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ആണ്ടുതോറും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ മാത്രം അവൻ എനിക്ക് വേണ്ടി, സർവ്വജനത്തിനും വേണ്ടി ഒരു ബലി കഴിച്ചു. അത് പൂർണ്ണമായ ബലിയാണ്. ഇനി ആ ബലി ആവർത്തിക്കേണ്ട കാര്യമേ ഇല്ല. ആ ബലിയല്ല. പിന്നീട് നിരന്തരം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ നിരന്തരം ഞാൻ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ കർത്താവിന് കൊടുത്തുകൊണ്ടേയിരിക്കുക, ഞാൻ കർത്താവിൻ്റെ ആയിക്കൊണ്ടേയിരിക്കുക, ഞാൻ യേശുവിൻ്റെ ശരീരം, ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മളിലൊരു വലിയ വൈബ്രേഷൻ സംഭവിക്കണം. ഒരച്ഛന് അപ്പം എടുത്തുകൊണ്ട് നോക്കുക, ഇത് ഡസ്റ്റിനാണ്, ഇത് ജോൺസൺ അച്ഛനാണ്, ഈ അപ്പം ഇത് എൻ്റെതാണ്. ഈ ഒരു അന്ധകാരത്തിൻ്റെ ശക്തിക്കും പിന്നെ അവൻ്റെ മേൽ അധികാരമില്ലാത്ത അന്നേരം നമ്മൾ ഒരു വലിയ വൈബ്രേഷൻ ഉണ്ടാകുന്നതാണ് നെടുവീർപ്പ് എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പോഴാണ് ഞാൻ എൻ്റേതാണെന്നുള്ള ഓർമ്മയിലാണ് പിന്നീട് യാത്ര ചെയ്യുന്നത്. നിരന്തരം ഇതെനിക്ക് വേണം, കാരണം ഞാൻ ബലഹീനനായ മനുഷ്യനാണ്. അതുകൊണ്ട് നിരന്തരം ഈ വൈബ്രേഷൻ, ഈ അനുഭവം, ഈ സമർപ്പണം, ഈ സ്തോത്രം നിരന്തരം എനിക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ എനിക്ക് തൽക്കാലത്തേക്കൊരു വീട് വേണമെന്ന് അപ്പനറിയാമെന്നാണ് പറഞ്ഞ്. നിനക്ക് വീട് വേണമെങ്കിൽ കൃത്യസമയത്ത് അപ്പം തന്നോളും. ഈ ഭൂമിയിൽ അപ്പം തരുന്നതിനൊക്കെ കൂടുതൽ തരാൻ കഴിവുള്ളവരാണ്. അപ്പം ഞാൻ ഈ റിട്ടയർമെൻറ്റ് ഹോം ഇവിടെയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 69 വയസ്സായ എനിക്കിതെന്തോ പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇവിടെ എനിക്കൊരു ഫോട്ടോ വെക്കാനോ ഇവിടെ എൻ്റെ പേര് നിലനിർത്താനോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജീവിച്ചിരിക്കുമ്പം മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അടയാളപ്പെടുത്തുന്ന ഒന്നും, എന്നെ അടയാളപ്പെടുത്തുന്ന ഒന്നും ഈ ഭൂമി കാണാൻ പാടില്ല. അതിനുവേണ്ടിയല്ല. എൻ്റെ അപ്പൻ എൻ്റെ കൈ കിടന്ന് പള്ളിയിലെ ശുശ്രൂഷയിലായിരിക്കും മരിച്ചു. ആ അപ്പൻ അന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാ, ദൈവമേ, ഞാൻ എന്ന മനുഷ്യൻ അച്ഛനായതുകൊണ്ടാണല്ലോ എൻ്റെ അപ്പൻ എൻ്റെ കൈ കിടന്ന് മരിച്ചേ. അങ്ങനെ മക്കളുടെ കയ്യിൽ അല്ലെങ്കിൽ സാന്നിധ്യമില്ലാതെ കഴിയേണ്ടി വരുന്ന ധാരാളം മനുഷ്യമക്കൾ ലോകത്തുണ്ട്. അവരിൽ കുറച്ച് പേർക്കെങ്കിലും ആനന്ദത്തോടെ ലോകത്തിൽ നിന്ന് കടന്നു പോകാനുള്ള ഇടം എന്ന നിലയിലാണ് നീ നവജീവൻ സമൃദ്ധി എന്ന ഗ്രാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പം ഒത്തിരിയും
ഒരു ത്യാഗം എന്ന് പറഞ്ഞാൽ അനേകം മനുഷ്യരുടെ സാക്രിഫൈസാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. അനേകം മനുഷ്യരാണ് ഈ ജീവിതത്തെ, ഈ ഒരു സംരംഭത്തെക്കുറിച്ച്. അപ്പം ഞാൻ പറയുന്നത് ഇവിടം വെറുതെ ഒരു ആളുകൾക്ക് താമസിക്കാനുള്ള സത്യാരാധന എന്തെന്നറിയുന്ന മനുഷ്യർ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ജീവിച്ച് അവരുടെ ജീവിതം തമ്പുരാനിലേക്ക് ഉയർത്തപ്പെടണം എന്ന രീതിയിലാണ് ഈ കൂടാരം തന്നെ കെട്ടി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ മനുഷ്യർ കുറച്ച് പേർക്കെങ്കിലും ഒരു ഊർജത്തെ കൊടുക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് കുറച്ച് പാരമ്പര്യങ്ങളല്ല. പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഇപ്പം ഞാൻ ആളുകളോട് ചോദിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന എന്താ, ഒന്നും അറിയില്ല. അവർ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നു, അവർ ഒരു ചടങ്ങ് പോലെ വന്ന് കണ്ടു കേട്ടു പോകും. ഞാൻ എൻ്റെ ലൈഫിൽ ക്രിസ്തുവിനെ അറിയാത്തൊരു കാലഘട്ടം, അതായത് എൻ്റെ ഒരു 26 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മാനസാന്തര ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നത്, ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി എന്നിലൂടെ. അപ്പോൾ ഞാൻ അന്ന് വരെ സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും, തിരിച്ചു വരും. എനിക്കറിയില്ല എന്താണ് ആരാണ്, പ്രത്യേകിച്ച് യാതൊരുവിധ അനുഭവമില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ് പ്രിയപ്പെട്ട ശിവപുരത്തിലൂടെ കുർബാനയെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ക്ലാസ് എനിക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത് അങ്ങനെയാണ്. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ കുർബാന സ്വീകരിക്കുമ്പം എൻ്റെ ഉള്ളൊന്ന് നെടുവേർപ്പെടും, എൻ്റെ കണ്ണൊന്ന് ചിലപ്പോൾ നിറയും. പലപ്പോഴും എൻ്റെ മകൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ പള്ളിയിൽ വരുമ്പം അവൻ എന്നെ നോക്കും, അവനറിയാം എൻ്റെ അപ്പം കരയാൻ പോവുകയാണ് എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ അവൻ എന്നെ നോക്കുന്നു. പലപ്പോഴും ഞാൻ എന്നിട്ട് അവനെ കാണാതെ എങ്ങനെ കരച്ചിൽ എനിക്ക് ഒതുക്കാൻ പറ്റും, കാരണം അവനറിയില്ല അതെന്താണെന്നുള്ളത്. അവൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവൻ ആദർവാന സ്വീകരണം കഴിഞ്ഞു, അവൻ കുർബാന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ അനുഭവം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത് അവൻ അനുഭവിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുന്നു. അന്ന് മുതൽ അവൻ ആ നെടുവീർപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ചടങ്ങ് കൊണ്ടോ ഈ ആചാരം കൊണ്ടോ ഈ അനുഷ്ഠാനം കൊണ്ടോ യാതൊരുവിധ ഗുണമില്ല എന്നുള്ളത്. ഇത് വളരെ ഇപ്പോൾ നമ്മുടെ സഭയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എൻ്റെ വ്യക്തിപരമായി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒന്ന്. കാരണം നമ്മളെ അച്ഛന്മാർ, ആളുകൾ, സഭാ നേതൃത്വം ഇവരൊക്കെ ആളുകൾ നോക്കുന്നുണ്ട് എല്ലായിടത്തും വഴിതെറ്റലുകൾ. ഒന്നാമതായിട്ട് വിശുദ്ധ ആരാധന, ആരാധന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇടപെടലിന് എന്നെ നിരന്തരം ബലഹീനനായി എന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ഓരോ കുർബാനയും എന്ന ബോധമില്ലാതെ പോകുന്നതും, യാന്ത്രികമായിട്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ആരാധന എന്ന പേരിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുമാണ് ഈ സഭയിലെ ഏറ്റവും അടിസ്ഥാനമായ പ്രശ്നം. വിഗ്രഹാരാധന നിർത്തിയിട്ട് അവസാനിപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന, വചന ശുശ്രൂഷ അനുഭവേദ്യമായി മാനസാന്തരത്തിലേക്ക് നയിക്കത്തക്കവണ്ണം വചന ശുശ്രൂഷയും ശരീരരക്തങ്ങളിലുള്ള പങ്കാളിത്തം എന്താണെന്നുള്ള ബോധവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ലഭിക്കുന്ന ഈ സത്യ ആരാധനയെ മനുഷ്യന് ഇന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. അതിലേക്ക് എത്തിയാൽ അതാണ് ഏറ്റവും വലിയ അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തീരും. സഭയിലെ അച്ഛന്മാരുടെ പ്രശ്നം തീരും. ഇതില്ലാതെ എനിക്ക് എന്നെ ഞാൻ ഇപ്പം വിശപ്പുണ്ടെന്ന ഒരു പാപമല്ല, വിശക്കുന്നു എന്നത് മനുഷ്യനെ പോലെ വിശപ്പിനെ നോക്കാൻ എനിക്കെന്താ കഴിയുന്നില്ലെങ്കിൽ അത് പാപമാണ്. മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പാപമാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഇൻക്ലിനേഷൻ, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ലൈംഗിക അഭിലാഷങ്ങളുണ്ട്, ചോദനകളുണ്ട്, പ്രവണതകളുണ്ട്, ഇതൊന്നും പാപമല്ല. പക്ഷേ ഇത് മനുഷ്യനെ പോലെ എനിക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ, നേരിടണമെങ്കിൽ, അഭിമുഖീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലം വേണം. ഇത് വിശുദ്ധ കുർബാനയിലൂടെ അല്ലാതെ വേറൊരിടത്ത് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് അങ്ങ് ഒരു ചടങ്ങ് നിർവഹിച്ചേക്കാം. ഇപ്പം നമ്മൾ ധ്യാന ശുശ്രൂഷയിലൊക്കെ വിശുദ്ധ കുർബാന അനുഭവേദ്യമാകാതെ പോകുന്നിടത്ത് നിരന്തരം പരിശുദ്ധാത്മാഭിഷേകത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതല്ല, വിശുദ്ധ കുർബാനയിലെ പരിശുദ്ധാത്മാഭിഷേകമാണ്, അതാണ് സമ്പൂർണ്ണമായ ആരാധന, സത്യാരാധന. വിശുദ്ധ കുർബാനയിലെ ആരാധനയാണ് സത്യാരാധന എന്നറിയാതെ അതിന് പുറത്തേക്ക്, ആരാധനയുടെ പുറത്തേക്ക് നമ്മൾ ഏത് ഭക്താഭ്യാസങ്ങളെ വലിച്ചെടുച്ചുകൊണ്ട് പോയാലും അത് വിഗ്രഹാരാധനയായിട്ട് മാറുമെന്നാണ് എൻ്റെ ബോധ്യം. ഈ വചനമില്ലാതെ ഉള്ള വിശുദ്ധ കുർബാനയിലേക്ക് ജനങ്ങളെ ചടങ്ങാക്കി മാറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ചടങ്ങായി. ഇന്ന് മൊത്തത്തിൽ എല്ലാം ടോട്ടൽ ചടങ്ങായിട്ട് മാറി. പക്ഷെ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക, അതായത്
നമ്മൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃപാസനം ഉടമ്പടിയാണ് പൊതുവായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ മിക്കവരും പറയുന്നൊരു കാര്യം, ഒരുപാട് വേദനിക്കുന്ന ജനങ്ങൾക്ക് അവിടെ ആശ്വാസമായി മാറുന്നുണ്ട്. അതാണ് യഥാർത്ഥ ഇന്നത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്, ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് അച്ഛൻ്റെ അതിൻ്റെ ഒരു അഭിപ്രായം? ദർശൻ, ഈ ആൾക്കൂട്ടം അല്ല ഒരിക്കലും സത്യത്തെ അടയാളപ്പെടുത്തുന്നത്. സത്യം ഒരിക്കലും ആൾക്കൂട്ടത്തിൻ്റെ കൂടെയല്ല. സത്യം എന്നും വളരെ ചെറിയ കൂട്ടത്തിൻ്റെ കൂടെയാണ്. നീ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടണം, നിനക്ക് രാജ്യം തരാം. അല്ലാതെ ആൾ കൂടുന്നതല്ല സത്യത്തിൻ്റെ മാനദണ്ഡം. ഇനിയും ഈ പിശാച് ആളുകളെ കൂട്ടി എന്തിനാ അവിടെ ആൾ കൂടുന്നത്? ആൾ കൂടുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി. അപ്പം ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് തരാം, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞവനിൽ വിശ്വാസം ഇല്ലാതെ ഈ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് പൈശാചിക ആരാധന തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനതിനെ അങ്ങനെ, ജോസഫ് അച്ഛനെ എനിക്കറിയാം, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആലുവ സെമിനാരിൽ. അദ്ദേഹം ഒരു സാധാരണ പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കാര്യമല്ലത്. അദ്ദേഹം ഒരു പാവപ്പെട്ട കുറേയധികം മനുഷ്യരെ, ബഹുഭൂരിപക്ഷം ഒരിക്കലും സത്യത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല. ഒരു കാലത്തും ഒരിടത്തും ആളിൻ്റെ എണ്ണം നോക്കിയല്ല സത്യത്തെ അറിയുന്നത്. ഇനി ആളുകൾ ഇമോഷണലാണ്, വൈകാരികമാണ്. ഇപ്പോൾ ഇന്ന് ദൈവം മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയാണോ ദൈവരാജ്യം? സൗഖ്യം കൊടുക്കുന്നിടമാണോ ദൈവരാജ്യം? അല്ല, സൗഖ്യം സുവിശേഷത്തിന്റെ, അതായത് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് സുവിശേഷം, സത്യസുവിശേഷം അവിടെ പ്രഘോഷിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ആ സത്യസുവിശേഷം അല്ല പ്രസംഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അവിടെ അത്ഭുതവും അടയാളം കൊടുക്കുന്ന കർത്താവ് അല്ലല്ലോ. തീർച്ചയായിട്ടും പരസ്യജീവിതം നോക്കി കർത്താവ് വചന ശുശ്രൂഷ നടത്തി. ആ വചന ശുശ്രൂഷയോടുകൂടി അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായി. അത് അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന. ഇപ്പോൾ എൻ്റെ മനസ്സ്, ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആധുനിക സയൻസ് പറയുന്നത്, എൻ്റെ മനസ്സ് മാറുമ്പോൾ എനിക്കുള്ളിൽ ഒത്തിരി കെമിസ്ട്രി മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഡിവൈൻ ഫീൽഡ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ മനസ്സ് മാറുമ്പോൾ, അതിനാണ് മെത്തനോയ്യ എന്ന് പറയുന്നത്, മനസ്സ് മാറുമ്പം നമ്മളിൽ ഭയങ്കരമായ കെമിസ്ട്രി ചേഞ്ചസ് സംഭവിക്കും. ഈ കെമിസ്ട്രി ചേഞ്ചസിൻ്റെ ഫലമായിട്ട് സൗഖ്യം സംഭവിക്കും. ഇത് കർത്താവ് എപ്പോഴും അങ്ങനെ ചെയ്തിരുന്നത്. കർത്താവ് മനുഷ്യനെ ഓട്ടോമാറ്റിക്കായിട്ട് മാജിക്കല്ല കർത്താവ് കാണിച്ചത്. കർത്താവ് അടിസ്ഥാനപരമായി അവിടുന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയ ഈ ഭൂലോകത്തിൻ്റെ ക്രമത്തെ അവിടുന്ന് ഒരിക്കലും തെറ്റിക്കുന്നില്ല. അവിടുന്ന് സൃഷ്ടിച്ച ഈ ഭൂലോകത്തിൻ്റെ പ്രപഞ്ച രഹസ്യത്തെ, അതാണ് കോസ്മിക് എനർജിയുടെ കാര്യം, അതിൻ്റെ വൈബ്രേഷൻ്റെ കാര്യം, അതിൻ്റെ ഫ്രീക്വൻസിയുടെ കാര്യം. ഇപ്പോൾ ഇത് കർത്താവ് സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ചൈതന്യത്തിൻ്റെ ആ ക്രമത്തിലേക്ക്. അതിനെയാണ് ഫിസിക്സ് പറയുന്ന എൻഡാംഗിൾമെൻറ്റ്. അപ്പം ഈ ക്രമം ഒരിക്കലും ദൈവം തന്നെ തെറ്റിക്കത്തില്ല. അല്ല, തെറ്റിച്ച അപ്പം തന്നെ, അതായത് ഈ പ്രപഞ്ചത്തിനൊരു ഫൈൻ ട്യൂണിങ് ഉണ്ട്. അതിൻ്റെ ഒരു പോയിന്റ് സെക്കൻഡ് പോലും തെറ്റിയാൽ അത് തീർന്നു, ഒരു വലിയൊരു കലാമിറ്റീസിൽ അവസാനിക്കത്തുള്ളൂ. അതെ. ഇപ്പം മനുഷ്യന് കൂടുതൽ ബന്ധനത്തിലും പൈശാചിക അടിമത്വത്തിലും പെടുത്താൻ എന്തെല്ലാം മനുഷ്യന് സ്വീകാര്യമായ വഴികൾ ആകർഷകമായ വഴികൾ സ്വീകരിക്കാമോ അതേറെ നന്നായിട്ട് അറിയാവുന്നത് പിശാചിനാണ്. അതുകൊണ്ടാണ് ഇത് പിശാച് വസിക്കുന്നു, പിശാച് നൽകുന്ന അടയാളമാണ്. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുക, പരിശുദ്ധാത്മ പ്രചോദനമുള്ള മനുഷ്യൻ തിരിച്ചറിയുകയും വേണം. ആൾക്കൂട്ടം കൂടുകയും അവനെ അടിമയാക്കുകയും ചെയ്യുന്ന ഏതിടമായാലും അത് പൈശാചിക കേന്ദ്രം തന്നെയാണ്. അതിന് ഒരു സംശയം എനിക്കില്ല. അതായത് ക്രിസ്തു നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുക, ഇത് നിങ്ങളോടുള്ള എൻ്റെ പുതിയ ഉടമ്പടി. ആ ഉടമ്പടിയിൽ നിന്നും വ്യതിചലിച്ച് മാതാവിനോട് എന്ന വ്യാജേന അത് കാര്യസാധ്യത്തിന് എന്ന സംഭവത്തിൽ. പക്ഷെ അവിടെ പൊതുവെ പറയപ്പെടുന്നത്, അല്ല, ഇത് ഞങ്ങൾ പറയുന്നത് ബൈബിൾ വായിക്കാൻ പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു, ചാരിറ്റി ചെയ്യാൻ പറയുന്നു, അങ്ങനെയുള്ള നന്മയുടെ കാര്യങ്ങളാണ് പൊതുവേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിൽ നിന്നല്ലേ വരത്തുള്ളൂ എന്നാണ് പൊതുവേ ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉടമ്പടിയിൽ തെറ്റിയിട്ട് പിന്നെ എന്ത് നന്മ പ്രവൃത്തി ചെയ്താലും അത് ക്രിസ്തുവിലേക്ക് എത്തത്തില്ല. കാരണം എന്നിൽ ദൈവത്തെ കണ്ടെത്തണം, എന്നിൽ ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ഡെസ്റ്റിനോട് സംസാരിക്കണം, ഇടപെടണം. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഇത് ഭൗതികമായ ഒരു നേട്ടത്തെയോ, അവിടെ പോകുന്ന ആരും, ഉടമ്പടിക്ക് വേണ്ടി പോകുന്ന ആരെയും നോക്കിക്കോ, അവർ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സമർപ്പിക്കുക. പക്ഷേ ഞാൻ അവിടെ പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, പഠനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോയത്. സത്യത്തിൽ അവിടെ കുർബാന നടക്കുന്നുണ്ട്, ഒരു നിത്യാരാധന ചാപ്പലുണ്ട്, ഇതിൻ്റെ അകത്തൊന്നും ഒരാളുമില്ല, അതൊന്നും ആർക്കും താല്പര്യമില്ല.
പകരം പല സ്ഥലങ്ങളിലായിട്ട് ഈ അവിടുത്തെ ചാര ആ കളറിലുള്ള വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെയാണ് തള്ളു മുഴുവൻ. ഇനി ഇത്തരമുള്ളൊരു വിഗ്രഹം പിടിച്ചുകൊണ്ടുള്ളൊരു പ്രദർശനമുണ്ട്. കുറേ മണിയടിച്ച് കുറച്ച് കുടയൊക്കെ പിടിച്ച് ഒരു പ്രദർശനമുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഇടി ഉടമ്പടി എടുത്ത ആൾക്ക് എനിക്ക് ധൂപം പിടിക്കണം എന്നല്ല, എനിക്ക് വിഗ്രഹം പിടിക്കണം. അപ്പോൾ ബൈബിളുണ്ട് കയ്യിൽ. ബൈബിൾ പിടിക്കാൻ ആർക്കും താല്പര്യമില്ല. എനിക്ക് ഈ വിഗ്രഹം പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഈ വിഗ്രഹം കൊണ്ട് പോകുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അതിനെ തൊട്ട് വണങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഇമോഷനായി മാറിക്കഴിഞ്ഞു. ഇത് വലിയ അപകടം ഈ കാലഘട്ടത്തിൻ്റെ ഒരു അടയാളമാണ്. പിശാചിൻ്റെ വാഴ്ചയുടെ ഒരു കാലഘട്ടം എന്ന വെളിപാട് പുസ്തകം ഈ കാലത്തെ പറയുന്നത്. അപ്പം പിശാച് എല്ലായിടങ്ങളിലും അവന് കൂടുതൽ ആകർഷകവും മനുഷ്യന് സ്വീകാര്യവുമായ രീതിയിൽ അവൻ മനുഷ്യനെ ആകർഷിക്കും, അവൻ്റെ അടിമത്വത്തിലാക്കും. അവന് വളരെ വേഗത്തിൽ ഈ മനുഷ്യരെ അടിമയാക്കാനും പറ്റും. അപ്പം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അവിടുത്തെ ന്യായവും അന്വേഷിക്കുക നീ ആദ്യം. ബാക്കിയൊക്കെ അതോടൊപ്പം ഉണ്ട്, അതോടൊക്കെ ഉണ്ട് എന്നുള്ള അറിവ് ഈ പോകുന്ന എത്ര പേർ. അവരെ ആരെയും കുറ്റം പറയണ്ട. കാരണം നമ്മൾ ആരായാലും ജാഗ്രതയോടെ അല്ലെങ്കിൽ ആരും ഈ അപകടത്തിൽപ്പെടും. അല്ല, ഇവരൊരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇപ്പം മാർപ്പാപ്പ തന്നെ സഹരക്ഷക സ്ഥാനം എന്ന് പറയുന്ന സംഭവത്തെ അങ്ങനെ ഇല്ല, അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടും സത്യത്തിൽ ഈ പാവം വിശ്വാസികൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇല്ല, മനസ്സിലാവില്ല. കാരണം ബഹുഭൂരിപക്ഷമാണ് നോക്കുന്നത്. ബഹുഭൂരിപക്ഷത്തോടു കൂടി അല്ല ദൈവം ഒരിക്കലും, വളരെ ചെറിയ പക്ഷത്തോട്. കാരണം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനമെന്ന യഹൂദരെ കുറിച്ച് പറയുന്നത്. ഈ ജനം യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവിടുത്തെ മഹാപുരോഹിതന്മാരും നിയമജരും പരീസയന്മാരുമായിരുന്നു കർത്താവ് മരിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. എന്തുകൊണ്ടാണ്? അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളും ഇല്ലായിരുന്നു. അപ്പം അവന് ഈ ലോകത്തിൽ ഏറ്റവും ചെറിയവർക്ക് വേണ്ടി വന്നവനാണ്. ചെറിയവരെ എന്ന് പറഞ്ഞാൽ വെറും ദാരിദ്ര്യവാസികളെന്നല്ല അർത്ഥം. ഹൃദയത്തെ ചെറുതാക്കാൻ കഴിവുള്ളവർ, അതിന് മനസ്സുള്ളവർ, സറണ്ടർ ചെയ്യാൻ മനസ്സുള്ളവർക്ക് വേണ്ടി വന്ന ആത്മാവ്. അവൻ ആര് സറണ്ടർ ചെയ്യുന്നു, ആര് സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി വന്നവനാണവൻ. അത് വലിയവരെന്ന് പറയുന്നത് നമ്മൾ പണക്കാർ, വലിയ വീട് വെച്ചവരോ വലിയ സംവിധാനങ്ങളുള്ളവരോ പദവിയുള്ളവരുടെ കാര്യമല്ല. ഞാൻ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കും. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നത്. എല്ലാവരും മനുഷ്യർ മുഴുവൻ പാപം ചെയ്തു എന്ന് പറയുന്ന കർത്താവ് പറയുന്നു, സകല മനുഷ്യരും പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. ഇനി ആര് തന്നെ ചെറുതാക്കാൻ തയ്യാറാകുന്നു അവന് ഈ സ്വർഗരാജ്യം വളരെ എളുപ്പത്തിൽ സ്വീകരിക്കുകയും ചെയ്യാം. എന്തായാലും അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാത്തവരാണ് നമ്മുടെ ചുറ്റുമുള്ള ജനം. എങ്കിൽ പോലും ഇപ്പോൾ കത്തോലിക്ക പൗരോഹിത്യത്തിൽ ഇത്രയും വർഷം 84 അച്ഛൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. ഞാനത് ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും ആ ഒരു വ്യത്യാസങ്ങൾ അച്ഛൻ്റെ അനുഭവങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ ദൈവം തന്ന ആ ഒരു വലിയ വെളിപ്പെടുത്തലുകൾ ഈ ഒരു സമൂഹത്തിന് മുൻപിൽ പറയാനായിട്ട്, അത് തുറന്നു പറയാനായിട്ട് അച്ഛൻ കാണിച്ച ആ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഒത്തിരി വിഷയങ്ങൾ അച്ഛനുമായിട്ട് സംസാരിക്കാനുണ്ട്. ഇതുപോലെയുള്ള തിയോളജിക്കൽ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആദിമസഭാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഇത്ര കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇനി മറ്റു വിഷയങ്ങളിലൂടെയും നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന വിഷയങ്ങൾ എനിക്ക് ദൈവം അനുഭവമാക്കി തന്നത് ലോകത്തോട് പറഞ്ഞിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അത് വ്യക്തമായിട്ട് എന്തുമാത്രം ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഡീൽ ചെയ്ത് പോകാൻ പ്രയാസമാണ്. വിഗ്രഹാരാധനയെക്കുറിച്ച് തന്നെയാണെങ്കിലും ഒക്കെ ഒത്തിരി പറയാനുണ്ട്. ആരെയും നമ്മൾ മോശക്കാരായിട്ടോ വിധിക്കാനോ ഒന്നും വേണ്ടി നമ്മൾ പറയുന്നതല്ല. സത്യത്തിൽ സത്യം ലോകം അറിയണം. സത്യവിശ്വാസം, സത്യ ആരാധന എന്തെന്ന് ലോകം അറിയണം, അല്ലെങ്കിൽ നമ്മുടെ ജനം അറിയണം. നമ്മൾ ആ ജനത്തെ പഠിപ്പിക്കണം. അത് ഇതുവരെയും നമ്മൾ തീവ്രമായൊരു ശ്രമം ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. അത് ഗൗരവത്തോടുകൂടി സത്യാരാധനയും സത്യ സുവിശേഷവും ലോകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം വീടുകളിലും ജീവിതങ്ങളിലും സംഭവിക്കുമെന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു.